Hi everyone, this is CA Mohammed Altaf. So I'm here to discuss the RTP May 2024, and I have to tell this, this is the best at RTP I've seen in recent time. അപ്പോൾ നമ്മൾ ആദ്യം ഇൻകം ടാക്സിൻ്റെ RTP ഡിസ്കസ് ചെയ്യും ആൻഡ് മറ്റൊരു വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം GSTൻ്റെ RTP ഡിസ്കസ് ചെയ്യാം. ഈ ഒരു RTPയിൽ അവർ അമെൻമെൻറ്റ്സ് കവർ ചെയ്യുന്നുണ്ട് ആൻഡ് സം ട്രിക്കി ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഡെഫിനറ്റ്ലി ദിസ് ഈസ് ഗോയിങ് ടു ഹെൽപ്പ് യു ഇൻ എക്സാംസ്. So do watch it and share with your friends and do subscribe also, right? Okay, fine. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഒരു കേസ് സിനാരിയോ they have given in the RTP. So let's read the case scenario. Mr. Agash, aged 47 years, as a CEO of BAC Enterprise Private Limited, and for the previous 2023-24, he has earned some incomes they're given, right? Salary, long term, something they're given. And then Mr. Agash has made the following payments for the medical ATD. Okay, so what you have to do is everybody shall open a notebook and a pen and a calculator. So you have to be ready for the computation. അപ്പോൾ എല്ലാവരും നിർബന്ധമായിട്ട് നോട്ട്ബുക്കും പേനോണ്ടും മാത്രം കിട്ടിക്കട്ടെ, അല്ല വെറുതെ ഇത് കേട്ടിരിക്കരുത്. നിർബന്ധമായിട്ട് നോട്ട്ബുക്ക്, പേന, ഒരു കാൽക്കുലേറ്റർ. ഓക്കെ, ഐ ഹോപ്പ് എവ്രിബഡി സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് ദ വീഡിയോ, മൊബൈൽ ഫോൺ, വാട്ട് എവർ തിങ്സ് യു ആർ ഡൂയിങ്. അപ്പോൾ നിർബന്ധമായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യണം. മാത്രമല്ല നിങ്ങളുടെ തിയറി ബുക്ക്, നിങ്ങൾ എൻ്റെ ബുക്കാണെങ്കിൽ എൻ്റെ ബുക്ക്, അല്ലെങ്കിൽ നിങ്ങൾ ഏത് ബുക്കാണോ ഫോളോ ചെയ്യുന്നത് ദാറ്റ് യു ഹാവ് ടു ഓപ്പൺ. അപ്പോൾ പിന്നെ കുറേ LICസിൻ്റെ പിന്നെ പറയുക LIC എമൗണ്ടിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട്. ഇനി അത് വെച്ചിട്ട് കുറേ കേസ് സ്റ്റഡീസാണ്, കുറേ സിറ്റുവേഷൻസാണ് അവർ ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഫുള്ളായിട്ട് നിങ്ങൾ ആദ്യം തന്നെ വായിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് ടൈം പോകും. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഗിവ് എ റീഡിങ്. ഇപ്പോൾ ഞാൻ ചെയ്ത പോലെ ചെറിയൊരു കാര്യം, ഒരു ഓവറോൾ ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കുക. ഓക്കെ, ദെൻ ഡയറക്റ്റ്ലി ഗെറ്റ് ഇൻ ദ ക്വസ്റ്റ്യൻ. നമുക്ക് പിന്നെ ആ ഫോക്കസ്ഡ് ആയിട്ട് വായിക്കാൻ പറ്റും അല്ലേ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദേ ആർ ആസ്കിങ്, വിച്ച് ആർ ദ ലൈഫ് ഇൻഷുറൻസ് പോളിസീസ് ഇൻ റെസ്പെക്ട് ടു വിച്ച് മിസ്റ്റർ ആകാശ് വുഡ് ബി എലിജിബിൾ ഫോർ എക്സാംഷൻ അണ്ടർ സെക്ഷൻ 10 സബ്സെക്ഷൻ 10D. ഇതൊരു പുതിയ അമെൻമെൻറ്റ് വന്നൊരു സംഭവമാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ തിയറി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു കേട്ടോ. ഓക്കെ, എവറിബഡി ഷാൽ ലുക്ക് ഇൻ ടു ഹിയർ ആൻഡ് ഐ ടെൽ യു ദിസ് ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് അമെൻമെൻറ്റ്. അപ്പോൾ നമ്മളുടെ സെക്ഷൻ 56(2)(12) എന്നുള്ളൊരു പുതിയ സെക്ഷൻ അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പറയുന്നത് നമ്മുടെ ഈ ലൈഫ് ഇൻഷുറൻസിൻ്റെ ഒക്കെ മെച്യൂരിറ്റി എമൗണ്ട് കിട്ടൂലേ, ആ മെച്യൂരിറ്റി എമൗണ്ട് വിൽ ബി ടാക്സബിൾ അണ്ടർ ദി സെക്ഷൻ. ബട്ട് ദെൻ യു നോ ദാറ്റ് ദർ ഈസ് എൻ എക്സംഷൻ ദേ ഗിവൺ അണ്ടർ സെക്ഷൻ 10 സബ്സെക്ഷൻ 10D അല്ലേ. അത് നിങ്ങൾ നേരത്തെ പഠിച്ച സെക്ഷൻ തന്നെയാണ്. അപ്പോൾ അതിൽ പറയുന്നുണ്ട് നമ്മളിപ്പോൾ 2013 മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ അല്ലേ, അല്ലെങ്കിൽ 2013 അതിന് ശേഷമൊക്കെ ആണെങ്കിൽ നമ്മൾ എങ്ങനെ എക്സംഷൻ കിട്ടുമെന്ന് വെച്ചാൽ ആ പോളിസി, അതായത് പ്രീമിയം എമൗണ്ട് 10% മുകളിൽ പോലും, അതൊക്കെ നിങ്ങൾക്ക് അറിയും. ഞാൻ വെറുതെ ഒന്ന് പൊടി തട്ടിയെടുക്കണ്ടോ, 10% മുകളിൽ പോകുമ്പോൾ അത് ആ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. ഡിസേബിൾഡ് ആണെങ്കിൽ 15% മുകളിൽ പോകാൻ പാടില്ല. പക്ഷേ 2023 പിന്നെ ശേഷം ഉള്ള പോളിസി ആണെങ്കിൽ ഡെഫിനറ്റ്ലി ആ 10% കണ്ടീഷൻ നോക്കണം. അതിന് പുറമെ വേറെ കാര്യം പറയുന്നുണ്ട്, പ്രീമിയം എമൗണ്ട് ഒരു വർഷം 5 ലക്ഷത്തിൽ കൂടാൻ പാടില്ല. ഇനി ഒരാൾക്ക് 2-3 പ്രീമിയംസ് ഉണ്ടെങ്കിലോ, അതായത് 2-3 LICs ഉണ്ടെങ്കിലോ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ മോർ ദാൻ ലൈഫ് ഇൻഷുറൻസ് പോളിസി ഉണ്ടെങ്കിൽ അഗ്രിഗേറ്റ് കോൺട്രിബ്യൂഷൻ എക്സീഡ് 5 lakhs. Then exemption shall be available for the LIP at the option of the assessee for which a premium does not exceed 5 lakh. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യണം. ഒന്നിൽ കൂടുതൽ പ്രീമിയം ഉണ്ട്, അത് എല്ലാം 5 ലക്ഷത്തിന് മുകളിൽ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിനും എക്സംഷൻ കിട്ടില്ല, നമുക്ക് അയാൾ ബെനഫിഷ്യൽ ആയുള്ള രീതിയിൽ നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ അതാണ് പറയുന്ന ക്വസ്റ്റ്യൻ കേട്ടോ. ഇപ്പോൾ തിയറി നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ. നൗ ലിസൺ കെയർഫുള്ളി. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. അപ്പോൾ ഇതിൽ നിങ്ങളോട് ചോദിക്കുകയാണ് ഇതിലേതൊക്കെയാണ് എക്സംഷൻ കിട്ടുക. അപ്പോൾ ഇത് 2017 ഞാൻ ചെയ്യുന്ന കാര്യം ശ്രദ്ധിച്ചു കേൾക്കുക. 2017 എന്ന് വെച്ചാൽ 2023 2023 മുമ്പുള്ളതാണ്. അപ്പോൾ നമ്മൾ ആകെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, ഈ സം അഷ്യൂർഡിൻ്റെ 10% മുകളിൽ പോകുന്നുണ്ടോ. ഈ GST നോക്കണ്ടോ, എക്സ്ക്ലൂഡിങ് GST നോക്കിയാൽ മതി. അപ്പോൾ 10% മുകളിൽ പോകുന്നുണ്ടോ, ഒരിക്കലും പോകുന്നില്ല അല്ലേ. 10% എന്ന് പറയുമ്പോൾ 50,000 വരെ നമുക്ക് പ്രീമിയം കൊടുക്കാം, പക്ഷേ നമ്മൾ 40,000 കൊടുത്തിട്ടുള്ളൂ. സോ ദിസ് ഇസ് ഓഫ് കോഴ്സ് എക്സംപ്റ്റഡ്. അപ്പോൾ ഇതിൽ നമുക്ക് ഡൗട്ടില്ല. ഇനി നിങ്ങൾ ഈ MCQ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് ട്രിക്ക് യൂസ് ചെയ്യണം. അപ്പോൾ ഒരു കാര്യം നമുക്ക് വളരെ ക്ലിയറായി, ഇത് ഡെഫിനറ്റ്ലി എക്സംപ്റ്റ് ആയിരിക്കും, അതായത് X വിൽ ബി ഡെഫിനറ്റ്ലി എക്സംപ്റ്റഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഓപ്ഷനിൽ X ഉള്ളതൊക്കെ എടുക്കുക. അപ്പോൾ ഇതിൽ Dയിൽ X ഇല്ല, അപ്പോൾ നമുക്ക് ഒരു ഓപ്ഷൻ പോയി കിട്ടി. ഇനി ആകെ 3 ഉള്ളൂ, ഇതിലേതെങ്കിലും ഒന്നായിരിക്കും ഷുവറാണ് അല്ലേ. അപ്പോൾ അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ചൊക്കെ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യണ്ടോ. അപ്പോൾ അത് നമുക്ക് റെഡി ചെയ്യാം. ഇനി Y നോക്കാം. Y ഇതിനൊക്കെ പ്രത്യേകം എന്താ വെച്ചാൽ YZA അല്ലേ. ഇതിൽ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതവർ തന്നിട്ടില്ല അല്ലേ. അതായത് B എന്നുള്ളൊരു ടേം ഇൻഷുറൻസ് പോളിസിയാണ്. നമ്മൾ മരിച്ചാൽ മാത്രം കിട്ടുന്ന ടേം ഇൻഷുറൻസ് പോളിസി. അത് നമുക്ക് ഒരിക്കലും കൺസിഡറേഷൻ കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ ടാക്സേഷനെ കുറിച്ച് ചിന്തിക്കുക വേണ്ട കേട്ടോ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ നോക്കണം. ഇനി Yയും Zഉം Aയും നോക്കിയാൽ മതി. അവർ ഓപ്ഷനിലും അത് കൊടുത്തില്ല, അതുകൊണ്ട് പിന്നെ നമുക്ക് കൺഫ്യൂഷൻ ഇല്ല. ഓക്കെ,
നൗ വൈൻ്റെയും സെഡിൻ്റെയും എൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം 2023 ശേഷമാണ്. അപ്പോൾ നമ്മൾ രണ്ട് കണ്ടീഷൻ നോക്കണം. ഒന്ന്, ഇതിൻ്റെ എല്ലാം സം അഷ്യൂർഡിൻ്റെ 10% മുകളിൽ പോകുന്നുണ്ട് നോക്കണം അല്ലേ. ഫസ്റ്റ് കേസിൽ സം അഷ്യൂർഡ് 33 ലക്ഷമാണ്. അപ്പം 3,30,000 വരെ പോകാം, പക്ഷേ 3 lakh വരുന്നുള്ളൂ. അപ്പോൾ ആ കണ്ടീഷൻ ഓക്കെയാണ്. ഇവിടെ 25, അപ്പോൾ 2,50,000 വരെ വരാം, അത് 2 lakh ഉള്ളൂ, അതും ഓക്കെയാണ്. ഇവിടെ 27 lakh, അപ്പോൾ 2,70,000 വരെ പോകാം, അപ്പോൾ 2,50,000. അപ്പോൾ മൂന്നിലും ആ 10% കണ്ടീഷൻ ഓക്കെയാണ്. പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാം 2023 ശേഷമുള്ള പോളിസി എല്ലാം കൂടെ കൂട്ടിയിട്ട് 5 lakh മുകളിൽ പോകാൻ പാടില്ല. പക്ഷേ എല്ലാം കൂടെ കൂട്ടുമ്പോൾ 5,15,000 മുകളിൽ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓപ്ഷനാണ് ഇതിൽ ഏതിനൊക്കെയാണ് എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഒന്ന് ഡെഫിനറ്റ്ലി നമ്മൾ 3 lakh എടുക്കുക. കാരണം അത് കൂടുതൽ എമൗണ്ട് ഉള്ളത് നമുക്ക് എക്സംഷൻ ക്ലെയിം ചെയ്യുമ്പോൾ ബെനിഫിഷ്യൽ ആണ് അല്ലേ. അപ്പോൾ നമ്മൾ 2 lakh 2,50,000 എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ 3 lakh ടാക്സബിൾ ആവും. ഇനി 3 lakh എടുത്തു, അപ്പോൾ 2 lakh 2,50,000 എടുക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് ബെനിഫിഷ്യൽ അല്ല. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ, അപ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ, ഈ മൂന്നെണ്ണം എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. കാരണം 3 കൂടെ കൂട്ടുമ്പോൾ 5,15,000 മുകളിൽ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് 5 lakh മുകളിൽ പോകുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും പിന്നെന്താണ് 5 lakh താഴെ വരുന്ന പോളിസീസ് മാത്രമേ നമുക്ക് എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ 3 lakh ഡെഫിനറ്റ്ലി എടുക്കുക, അത് ഹയസ്റ്റ് എമൗണ്ട് ആണ്. ഇനി ബാക്കിയുള്ളതിൽ ഏതെടുക്കാം? 2,50,000 എടുക്കാൻ പറ്റില്ല. കാരണം 2,50,000 3 lakh കൂടുമ്പോൾ 5 lakh മുകളിൽ പോകും. അപ്പോൾ അത് എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് 3 lakh 2 lakh മാത്രം എടുക്കാൻ പറ്റുള്ളൂ എക്സംഷൻ ആയിട്ട്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ എക്സംഷൻ കിട്ടുക? 40,000, അതായത് എക്സ് വൈ സെഡ് എക്സംഷൻ കിട്ടും. നമ്മൾ ഒഴിവാക്കുകയാണ്, എക്സംഷൻ കിട്ടായിട്ടല്ല. കാരണം അത് ഈ 2,50,000 എടുക്കുകയാണെങ്കിൽ എന്താ പ്രശ്നം, നമുക്ക് ഈ 3 lakh എടുക്കാൻ പറ്റില്ല, അപ്പോൾ അത് നഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ ഏതൊക്കെ എക്സംഷൻ കിട്ടുക? എക്സ് വൈ സെഡ് എക്സംഷൻ കിട്ടും അല്ലേ. അപ്പോൾ അതിൻ്റെ ഏത് ഓപ്ഷൻ നോക്കാം നമുക്ക്? എക്സ് വൈ സെഡ് അല്ലേ, എക്സ് വൈ സെഡ് എ ആണ് അല്ലേ. അപ്പോൾ സോ ദ കറക്റ്റ് ആൻസർ വിൽ ബി എ. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ, കറക്റ്റ് ആൻസർ എ ആണ്. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് ദ കറക്റ്റ് ആൻസർ എ. സെറ്റ് അല്ലേ? ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് വുഡ് ബി യുവർ ആൻസർ ടു MCQ നമ്പർ 1 ഇഫ് മിസ്റ്റർ ആകാശ് സറണ്ടേഡ് LIC എ? അതായത് അയാൾ എന്ത് ചെയ്തു വെച്ചാൽ LIC എ ബേസിക്കലി 2033 വരെ ഉണ്ട്, പക്ഷേ അയാൾ എന്ത് ചെയ്തു, അത് സറണ്ടർ ചെയ്തു. ഓക്കെ, 2026 സറണ്ടർ ചെയ്തു. അപ്പോൾ എന്ന് വെച്ചാൽ ആ പൈസ അന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ബേസിക്കലി ആൻഡ് ക്ലെയിംഡ് എക്സംഷൻ 1020 അല്ലേ. നമുക്കറിയാം ഈ എക്ക് നമുക്ക് എക്സംഷൻ ക്ലെയിം ചെയ്യാം, കുഴപ്പമൊന്നുമില്ല, എക്സംഷൻ ക്ലെയിം ചെയ്യാം. അപ്പോൾ ഓക്കെ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ എൻ്റെ എക്സംഷൻ ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ ഇത് എന്താണ്, ഓക്കെ, ക്ലെയിംഡ് എക്സംഷൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് നിങ്ങളുടെ ആൻസർ മാറും. എൻ്റെ എക്സംഷൻ ക്ലെയിം ചെയ്താൽ എന്താ പ്രശ്നം വെച്ചാൽ ശ്രദ്ധിക്കട്ടോ, എക്സ് ഓൾറെഡി നമുക്ക് എക്സംഷൻ കിട്ടും, കാരണം അത് 2023 മുമ്പാണ്. അപ്പോൾ 10% ആ ഒരു കണ്ടീഷൻ മാത്രം നോക്കിയാൽ മതി. ഇനി എൻ്റെ എക്സംഷൻ ക്ലെയിം ചെയ്താൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് വൈ എടുക്കാൻ പറ്റില്ല. കാരണം എക്സംഷൻ ക്ലെയിം ചെയ്താൽ പിന്നെ വൈ നമുക്ക് 3 lakh അല്ലേ. അപ്പോൾ 3 lakh എന്ന് വെച്ചാൽ ഏതിൻ്റെ മുകളിൽ പോയി 3 lakh 2,50,000 കൂടെ കൂട്ടുമ്പോൾ ആനുവൽ പ്രീമിയം മോർ ദൻ 5 lakh. അപ്പോൾ നമുക്ക് വൈക്ക് എക്സംഷൻ കിട്ടില്ല. അപ്പോൾ നമുക്ക് സെഡ് എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഏത് മാത്രം എക്സംഷൻ? എക്സ് സെഡ് എ അല്ലേ. അപ്പോൾ എക്ക് എക്സംഷൻ ക്ലെയിം ചെയ്താൽ പിന്നെ എക്സ് സെഡ് എ ആണ് നമുക്ക് എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുക. അപ്പോൾ എക്സ് സെഡ് എ ഏതാണ്? സി ആണ് അല്ലേ. ഓക്കെ, കറക്റ്റ്, 2C. സെറ്റ് അല്ലേ? ദാറ്റ്സ് ഇറ്റ്, കറക്റ്റ്. ഇനി വാട്ട് വുഡ് ബി ദ എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ അവൈലബിൾ ടു മിസ്റ്റർ ആകാശ് അണ്ടർ ചാപ്റ്റർ 6A ഇഫ് ഹി ഹാസ് എക്സസൈഡ് ഓപ്ഷൻ ടു ഷിഫ്റ്റ് ഔട്ട് ദ ഡിഫോൾട്ട് റെജീം? അതായത് 115BAC അല്ലേ, സബ്സെക്ഷൻ 1A ആണ് ഷിഫ്റ്റ് ഔട്ട് ചെയ്യാം. നമ്മൾ റെഗുലർ സ്കീമിലേക്ക് പോകും, അപ്പോഴാണ് നമുക്ക് എല്ലാ ഡിഡക്ഷൻ കിട്ടുക. അപ്പോൾ എന്ന് വെച്ചാൽ സാധാരണ ഏതൊക്കെ ഡിഡക്ഷൻ കിട്ടും? ചാപ്റ്റർ 6 ഡിഡക്ഷൻ ഏതൊക്കെ കിട്ടും നമുക്ക് നോക്കാം. ചാപ്റ്റർ 6 ഡിഡക്ഷൻ ഏതൊക്കെ കിട്ടാം? അയാളുടെ വയസ്സ് നോക്കണ്ടോ? 47 ആണ്. അപ്പോൾ ഇൻട്രസ്റ്റ് നമുക്ക് സേവിങ്സിൻ്റെ ഇൻട്രസ്റ്റ് കിട്ടും അല്ലേ. അത് 80 TTA പ്രകാരം എത്ര ഡിഡക്ഷൻ കിട്ടും? 80 TTA പ്രകാരം 10,000 കിട്ടുക. സീനിയർ സിറ്റിസൺ ആണെങ്കിലാണ് 50,000 അല്ലേ. അപ്പോൾ 10,000 കിട്ടും. ഓക്കെ, അതവിടെ കിട്ടി, അത് മറക്കരുത്. പിന്നെ ആൾക്ക് നമ്മുടെ 80D കിട്ടും. 80D പ്രകാരം എന്തൊക്കെ കിട്ടുമെന്ന് വെച്ചാൽ, ഒന്ന് അയാളുടെ സ്പൗസിൻ്റെ മേലെ ഒരു മെഡിക്കൽ പ്രീമിയം എടുത്തിട്ടുണ്ട് 13,500, ഓഫ് കോഴ്സ് കിട്ടും, 13,500 കിട്ടും. പിന്നെ ഇത് നോക്കാം, പ്രിവെൻറ്റീവ് ഹെൽത്ത് 5,500 ഫോർ വൈഫ് ആൻഡ് മദർ, 2 പേർക്കും 5,500. അപ്പോൾ നമുക്കറിയാം അപ്പോൾ എത്ര എടുക്കാൻ പറ്റും? പ്ലസ് 5,000 എടുക്കാൻ പറ്റും അല്ലേ, 5,000 എടുക്കാൻ പറ്റും. അപ്പോൾ വൈഫിൻ്റെ കേസിൽ 18,500 വരെ കിട്ടും, 18,500. ഇനി മദറിൻ്റെ കേസിൽ ഒരു മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം ഉണ്ട് 26,670. കാരണം മദർ സീനിയർ സിറ്റിസൺ ആണ്, അതുകൊണ്ട് നമുക്ക് 50,000 വരെ കിട്ടും. അപ്പോൾ 26,670 നമുക്ക് ഫുള്ളായിട്ട് കിട്ടും. റെഡി. ഇനി മിസ്റ്റർ ആകാശ് ആൾസോ ഇൻക്ലൂഡ് മെഡിക്കൽ എക്സ്പെൻസ് അല്ലേ ഫോർ 17,000 ഫോർ ദ ട്രീറ്റ്മെൻറ്റ് മദറിൻ്റെ മെഡിക്കൽ എക്സ്പെൻസ് എടുക്കാൻ പറ്റില്ല. കാരണം മെഡിക്കൽ എക്സ്പെൻസ് നമുക്ക് ആരുടെ മേലെ എടുക്കാൻ പറ്റുക? സീനിയർ സിറ്റിസൺ ആയിരിക്കണം, അയാളുടെ മേലെ വേറെ പോളിസി ഉണ്ടാകാൻ പാടില്ല.
അപ്പോൾ മദറിൻ്റെ മേലെ ഓൾറെഡി പോളിസി ഉണ്ട്, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ 17,000 എടുക്കാൻ പറ്റില്ല. പിന്നെ 27,000 ഫോർ ഫാദർ, അത് എടുക്കാൻ പറ്റും, കാരണം ഫാദർ സീനിയർ സിറ്റിസൺ ആണ്, മാത്രമല്ല വേറെ പ്രീമിയം അല്ല. അപ്പോൾ എത്ര കിട്ടും, പാരൻസിൻ്റെ മേലെ, അപ്പോൾ സ്പൗസിൻ്റെ മേലെ 18,500 പ്ലസ് പാരൻസിൻ്റെ മേലെ എത്ര കിട്ടാം, 26,670 പ്ലസ് 27,000. അപ്പോൾ ഏതിന് മുകളിൽ പോകുന്നുണ്ട്, 50,000 മുകളിൽ പോകുന്നുണ്ട്, പക്ഷേ നമുക്ക് അവിടെ 50,000 എടുക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ടോട്ടൽ എത്ര കിട്ടും, 68,500 80D പ്രകാരം കിട്ടാം. പിന്നെ ആൾ LIC, ഇതൊക്കെ ഈ എന്താണ്, ഈ പ്രീമിയം എല്ലാം ഈ വർഷം അടച്ചിട്ടുണ്ടാവും അല്ലേ, ഈ പ്രീമിയം ഒക്കെ ഈ വർഷം അടച്ചിട്ടുണ്ടാവും, പക്ഷേ നമുക്ക് മാക്സിമം 1,50,000 കിട്ടുള്ളൂ. അപ്പോൾ 80C പ്രകാരം നമുക്ക് എത്ര കിട്ടും, 1,50,000 കിട്ടും. അപ്പോൾ നമുക്ക് ഏതൊക്കെ റിഡക്ഷൻ കിട്ടിയും, അപ്പോൾ 80 ഇതെല്ലാം കൂടെ കൂട്ടി വെക്കുക എല്ലാവരും. കാൽക്കുലേറ്റർ എൻ്റെ അടുത്താണ്, കാൽക്കുലേറ്റർ എടുക്കാൻ മറന്നു. ഓക്കെ, അപ്പോൾ 1,50,000 പ്ലസ് 1,50,000 പ്ലസ് 18,500 പ്ലസ് 50,000 അല്ലേ. ഓക്കെ, പിന്നെ അവിടെ നേരത്തെ 80 TTA ഒരു എന്തുണ്ട്, ഒരു 10,000 ഉണ്ട്. അപ്പോൾ 2,28,500 അങ്ങനത്തെ ഒരു ഓപ്ഷൻ നോക്കാം നമുക്ക്. കറക്റ്റ്, 2,28,500 അല്ലേ. ഓക്കെ, അപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ ആൻസർ സി, കറക്റ്റ് സെറ്റ്. ഇനി അടുത്ത, what is a Mr. Akash tax liability for assessment 2024 under default tax regime? ഡിഫോൾട്ട് ടാക്സ് റെജിം അല്ലേ, അതായത് ഡിഫോൾട്ട് ആണെങ്കിൽ അയാളുടെ ടാക്സ് എത്രയായിരിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ തിയറി ഒന്ന് പോയി നോക്കേണ്ടതുണ്ട്. ഡിഫോൾട്ട് റെജിം എന്ന് വെച്ചാൽ 115 BAC ആണ്. അപ്പോൾ 115 BAC ആണെങ്കിൽ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ലെറ്റ്സ് ടേക്ക് ദിസ് തിയറി ഫസ്റ്റ് വൺസ് അഗൈൻ. ഓക്കെ, 115 BAC ആണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതിൻ്റെ എന്താ പറയുക, നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി ഒരു കാര്യം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ സ്ലാബ് റേറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ഈ പറഞ്ഞ എന്താ പറയുക, ഡിഡക്ഷൻസ് ഒന്നും ക്ലെയിം ചെയ്യാൻ പറ്റില്ല. 10(5) കിട്ടില്ല, 10(13) 10(14) കിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, 10(17) അല്ലേ, 10(32) അല്ലേ. ശ്രദ്ധിക്കേണ്ടത്, കാരണം സെക്ഷൻ 10 എല്ലാം കിട്ടില്ല എന്നല്ല, ഇത് മാത്രമേ കിട്ടാത്തുള്ളൂ. ഇതിൽ ഞാൻ വേറെ ട്വിസ്റ്റ്, അപ്പോൾ 10(15) നമുക്കൊരു പോസ്റ്റ് ഓഫീസ് സേവിങ് അക്കൗണ്ടിൽ ഒരു 3,500 ഉണ്ട്, അതൊക്കെ കിട്ടും കേട്ടോ. ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ കിട്ടാത്തുള്ളൂ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും അല്ലേ. പിന്നെ അതുപോലെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അമെൻമെൻ്റ് ആണോ. നേരത്തെ ഈ 115 BAC നമുക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കിട്ടിയിരുന്നില്ല, പക്ഷേ ഇപ്പോൾ നമുക്ക് അത് കിട്ടും, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, എന്താണ് വാട്ട് ഈസ് എ ടാക്സ് ലയബിലിറ്റി അല്ലേ, 115 BAC പ്രകാരം. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് റഫായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ഇൻകം ഒന്ന് കണ്ടെത്തി വെക്കാം. ഓക്കെ, അപ്പോൾ റഫായിട്ട് നമുക്കൊന്ന് ഇൻകം കണ്ടെത്തി വെക്കാം. റെഡി. അപ്പോൾ എങ്ങനെ ഇൻകം കണ്ടെത്തുന്നത് വെച്ചാൽ, ലെറ്റ്സ് സീ ബഡീസ്. ഓക്കെ, അപ്പോൾ ആൾക്ക് എന്തൊക്കെ ഇൻകം ഉണ്ട് പെട്ടെന്ന് ചെയ്താൽ മതി കേട്ടോ. സാലറി ഇങ്ങനെ എഴുതൊന്നും വേണ്ട. സാലറി 45ഉം ഡിവിഡൻഡ് 12ഉം അല്ലേ. അപ്പോൾ ഡിവിഡൻഡ് 12ഉം അതുപോലെ ഇൻട്രസ്റ്റ് അത് ടോട്ടൽ ഒറ്റയടിക്ക് ചെയ്താൽ മതി. സാലറി 45 lakhs പ്ലസ് ഡിവിഡൻഡ് 12 lakh. അല്ലാതെ നിങ്ങളിങ്ങനെ എഴുതി ചെയ്യുന്നു വേണ്ട. 45 പ്ലസ് 45 പ്ലസ് 12 lakh. അപ്പോൾ എത്രയാണ്, 45 പ്ലസ് 12 lakh പ്ലസ് ഇൻട്രസ്റ്റ് എത്രയാണ്, 45, 55, 61,000 അല്ലേ. ഓക്കെ, 61. അപ്പോൾ 57,61. അപ്പോൾ നോർമൽ ഇൻകം 57,61,000. കറക്റ്റ്. ഓക്കെ, ഇനി അതിൽ വേറെ പ്രശ്നം വെച്ചാൽ നമുക്ക് എന്തുണ്ട്, ഒരു ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്. അത് STTP എന്ന് വെച്ചാൽ 112A ആണ് അല്ലേ. 112A ആണ്. അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ മാറ്റി വെക്കുക കേട്ടോ. 112A സെപ്പറേറ്റ് ആയിട്ട് തന്നെ മാറ്റി വെക്കുക, കാരണം അത് സ്പെഷ്യൽ റേറ്റ് ആണ് അല്ലേ. എത്രയാണ് 112? 6,54,000. 6,54,000 അത് സെപ്പറേറ്റ് ഒന്ന് മാറ്റി വെക്കുക. ഓക്കെ, ഇനി ഇതിൻ്റെ സ്ലാബ് റേറ്റ് ചെയ്യണം. 57,61 സ്ലാബ് റേറ്റ് നമ്മൾ ആദ്യം കണ്ടെത്തണം. സ്ലാബ് റേറ്റ് കണ്ടെത്തുമ്പോൾ നമ്മളുടെ ഇത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നോർമൽ ടാക്സ് കണ്ടെത്തുമ്പോൾ നമുക്കറിയാം അപ് ടു 10 lakh 1,12,500 നിങ്ങൾക്കറിയാം. അതുപോലെ ഇതിൻ്റെ ചെയ്ത് വെക്കുക. 15 ലക്ഷം വരെ ഇൻകം ആണെങ്കിൽ ആൾക്ക് 1,50,000 വരും. നിങ്ങൾ ഈ സ്ലാബ് റേറ്റ് ഇങ്ങനെ എഴുതി ചെയ്യുന്നു വേണ്ട, 1,50,000 വരും. അത് കാണാതെ പഠിക്കുക. അപ്പോൾ ഈ 57,61 ശ്രദ്ധിക്കുക. 57,61 നമ്മുടെ ടോട്ടൽ ഇൻകം അതിൽ 15 ലക്ഷം വരെ 1,50,000 ആണ് വരിക കേട്ടോ. 1,50,000 ആണ് വരിക. ബാക്കിയുള്ള എമൗണ്ട് എത്രയാണ്, 57,61 15 ലക്ഷം പോയി കഴിഞ്ഞാൽ ബാക്കി എത്രയുണ്ട്, 42,61,000. അതിന് നമ്മൾ സ്ലാബ് റേറ്റ് 30% അല്ലേ. അപ്പോൾ എത്ര വരിക, 30% എന്ന് പറയുമ്പോൾ 12,78,300. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാം. 12,78,300 പ്ലസ് 1,50,000. അപ്പോൾ 14,00,000. സോറി അതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് അല്ലേ. ചെറിയൊരു മിസ്റ്റേക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ 57,61 വരില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ
നമ്മളവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഞാൻ തന്നെ മിസ്റ്റേക്ക് വരുത്തി. അതായത് ഇവിടെ സാലറി ഉണ്ടല്ലോ, സാലറിയിൽ 45 lakh അല്ലേ, നമുക്കൊരു 150 BAC ആണെങ്കിലും അത് 50,000 കുറച്ചുകൂടെ. ആ സ്റ്റാൻഡേർഡ് ഡക്ഷൻ നമുക്കിപ്പോൾ കുറയ്ക്കാൻ പറ്റും. ഞാൻ പഴയ രീതിയിലാണ് ചെയ്തത്. അപ്പോൾ അവിടെ 45 ലക്ഷം വരില്ല. 45 ലക്ഷം നമ്മൾ എന്ത് കുറക്കണം, 50,000 കുറക്കണം അല്ലേ. അപ്പോൾ 44,50,000 പ്ലസ് നേരത്തെ ചെയ്ത പോലെ എന്താ പറയുക, അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. ഈ 57,61 നമുക്ക് കിട്ടിയത്, 57,61 കിട്ടിയത്, അതിൽ നിന്ന് 50,000 കുറച്ചാൽ മതി. അപ്പോൾ 57,11,000 വരും. ഞാൻ ചെയ്ത മനസ്സിലായില്ല, എനിക്ക് സ്റ്റാൻഡേർഡ് ഡക്ഷൻ കുറച്ചിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ അതിൽ 57,11,000 നമുക്കറിയാം. പിന്നെ 15 lakhൻ്റെ അങ്ങനെ തന്നെയാണ്. ബാക്കി എത്രയുണ്ട്, ബാക്കി ഉണ്ടാവുക 57,11,000 മൈനസ് 15 lakh എന്ന് പറയുമ്പോൾ എത്ര വരും, 42,11,000 അല്ലേ, 42,11,000. അപ്പോൾ 42,11,000 30%. അപ്പോൾ ഇൻറ്റു 30 ചെയ്യുമ്പോൾ 12,63,300. അത് രണ്ടും ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എത്ര കിട്ടും, 12,63,600 പ്ലസ് 1,50,000 ആഡ് ചെയ്താൽ 14,13,300 കിട്ടും. ഇനി അതിൻ്റെ കൂടെ ഈ 112ൻ്റെ ടാക്സും കൂടെ ആഡ് ചെയ്യണം. അത് നമുക്കറിയാം എങ്ങനെ വരിക, അപ് ടു 1 lakh. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന വിചാരിക്കട്ടോ, നിങ്ങൾ തിയറി കറക്റ്റായിട്ട് പഠിച്ച് വിചാരിക്കുന്നു. അപ് ടു 1 lakh 0 ആണ്. അതിന് മുകളിലാണെങ്കിലാണ് നമുക്ക് എന്ത് വരിക, 10%. അപ്പോൾ നമുക്ക് 6,54,000 1 lakh ഇല്ല, അപ്പോൾ 5,54,000, അപ്പോൾ 55,400 അല്ലേ, 55,400. അപ്പോൾ ടോട്ടൽ എത്രയും 14,13,300 പ്ലസ് 55,400. അപ്പോൾ നമുക്ക് 14,68,000. നിങ്ങളിങ്ങനെ ചെയ്യണ്ട, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ചെയ്തതാണ്. നിങ്ങൾ മനസ്സിലിങ്ങനെ ചെയ്താൽ മതി. 14,68,700. ഇനി സർചാർജ് ഉണ്ട്, കാരണം 50 ലക്ഷം മുകളിലുണ്ട്. അപ്പോൾ സർചാർജ് 10% ഉണ്ട് അല്ലേ. അപ്പോൾ ഞാൻ ഒറ്റയടിക്ക് ചെയ്യണ്ടോ, ഇൻറ്റു 110% ചെയ്താൽ മതി. ഒറ്റയടിക്ക് ഇൻറ്റു അങ്ങനെയൊക്കെ ചെയ്താൽ മതി കേട്ടോ, ഇൻറ്റു 110%. ഓക്കെ, അപ്പോൾ ഒരു എമൗണ്ട് കിട്ടും. അതിന് മേലെ സെസ് ആഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇൻറ്റു 104%. അപ്പം എത്ര കിട്ടും, 16,80,190 റൗണ്ട് ഓഫ് ചെയ്തിട്ട് ഈ എമൗണ്ട് കിട്ടും. അങ്ങനത്തെ ഒരു എമൗണ്ട് ഉണ്ടോ നോക്കാം നമുക്ക്. അതാണ് ക്വസ്റ്റ്യൻ. 16,80,190 കറക്റ്റ്. നാലാമത്തെ അല്ലേ. അപ്പോൾ നാലാമത്തത് ഏതാ, ബി. കറക്റ്റ്, ബി സെറ്റല്ലേ, ഈസി. സോറി. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടാക്സ് ലയബിലിറ്റി ഓഫ് ഇഫ് യെസ് എക്സസൈസ്ഡ് ദി ഓപ്ഷൻ. അപ്പോൾ ടു ഷിഫ്റ്റ് ഔട്ട് എന്ന് വെച്ചാൽ റെഗുലർ ടാക്സ് ആണെങ്കിൽ എന്താ വ്യത്യാസം വരിക, ഈ 50,11 അപ്പോൾ നമ്മളിങ്ങനെ ചെയ്താൽ മതി. 57,11,000 അല്ലേ. ഓക്കെ, അത് നമ്മൾ ചാപ്റ്റർ 6 കുറച്ചാൽ മതി, കാരണം നമ്മളത് മാത്രമല്ലേ കുറയ്ക്കാത്തത്. അത് നിങ്ങൾ സെപ്പറേറ്റ്ലി ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊക്കെ സ്മാർട്ടായിട്ട് ചിന്തിക്കട്ടോ. നമ്മൾ ചാപ്റ്റർ 6 നേരത്തെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ചാപ്റ്റർ 6 നേരത്തെ നമ്മൾ ഈ 2,28,500 കുറച്ച് കണ്ടെത്തിയിട്ടുണ്ട്. അത് കുറച്ചാൽ മതി. അപ്പോൾ 2,28,500 അല്ലേ. ഇങ്ങനെയൊക്കെ ചിന്തിക്കണ്ടോ, വെറുതെ ടൈം കളയരുത്. 57,11,000 മൈനസ് 2,28,500 അല്ലേ. നമ്മൾ പഠിച്ചുകൊണ്ട് മാത്രമല്ല, നമ്മൾ എങ്ങനെയാണോ 3 മണിക്കൂർ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടാണ്. നമ്മൾ 6 മാസം പഠിച്ചിട്ട് വെറും 3 മണിക്കൂർ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അത് അത്രയും നമ്മൾ വിജിലൻ്റ് ആയിരിക്കണം. അപ്പോൾ 54,82,500 നമ്മളുടെ എന്ത് വരിക. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ സ്ലാബ് ചെയ്യുക. പക്ഷേ ഇവിടെ സ്ലാബ് അങ്ങനെയല്ല. അപ് ടു 10 lakh വരെ നമുക്കറിയാം 1,12,500. ബാക്കിയുള്ള എമൗണ്ട് 30%. അപ്പോൾ 54,82 മൈനസ് 54,82 എത്ര വരും, 44,82,500 ഇൻറ്റു 30% അല്ലേ. അപ്പോൾ എത്ര വരാം, 0.3 13,44,750. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാം. 13,44,750 പ്ലസ് 1,12,500. അപ്പോൾ എത്ര കിട്ടും, 14,57,250 കിട്ടും. ഇനി അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ പോലെ തന്നെ ഇത് ആഡ് ചെയ്യാം, 55,400 ആഡ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു എമൗണ്ട് കിട്ടും, 55,400 ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് 15,12,650 കിട്ടും. അതിൻ്റെ കൂടെ പ്ലസ് 10% സർചാർജും പ്ലസ് 4% സെസ്സും ആഡ് ചെയ്യാം. അപ്പോൾ പ്ലസ് 10% സർചാർജ് ചെയ്താൽ 16,63,915 കിട്ടും. അതിൻ്റെ കൂടെ സെസ്സും കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് 17,30,470 കിട്ടും റൗണ്ട് ഓഫ് ചെയ്തിട്ട്. അങ്ങനെ ആൻസർ ഉണ്ടാക്കാം. 17,30,470 കറക്റ്റ്. അങ്ങനത്തെ ഒരു ആൻസർ ആണോ, 5A 5A കറക്റ്റ്. വെരി ഗുഡ്. ഇനി നമ്മൾ അടുത്തതിലേക്ക് പോകാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും അല്ലേ. ഇങ്ങനെ ആയിരിക്കും നമ്മളുടെ എന്താ പറയുക MCQ ക്വസ്റ്റ്യൻ വരിക. ഓക്കെ, സെറ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ആറാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം.
മിസ്റ്റർ ഇല്ല ഞാൻ പറഞ്ഞില്ലേ ഇത് ഈ RTP എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം അതാണ്, ബിക്കോസ് ദേ ആർ ആക്ച്വലി ചെക്കിങ് ഓൾ ദ അമെൻമെൻറ്റ്സ് ഇൻ ഫാക്ട്. ഇത് അറിയണമെങ്കിൽ ആദ്യം നമുക്ക് തിയറി ഞാൻ പറഞ്ഞുതരാം, എന്നിട്ട് നമുക്ക് ചെയ്യാം. മിസ്റ്റർ അനിൽ സ്റ്റാർട്ടഡ് എ ബിസിനസ് ഓഫ് മാനുഫാക്ചറിങ് tables in February 2024. He follows a mercantile system of accounting. Purchased wood from Mr. A and Mr. B and Mr. C. The details of purchase and payment made are as under. അപ്പോൾ പിന്നെ എന്താ പറയുക, അപ്പോൾ ഇയാൾ എന്താണ് വുഡ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ബയർ മിസ്റ്റർ എ ആണ്, ഈസ് എ മൈക്രോ എൻ്റർപ്രൈസസ്, ആൻഡ് മിസ്റ്റർ ബി എ സ്മോൾ എൻ്റർപ്രൈസസ് ആൻഡ് മിസ്റ്റർ എ എ മീഡിയം എൻ്റർപ്രൈസസ്. ഇത് ശരിക്കും ഇവർക്ക് മിസ്റ്റേക്ക് ബയറല്ല വേണ്ട, ശരിക്കും സെല്ലറാണ് അല്ലേ. നൗ അപ്പോൾ അതിൻ്റെ ഡേറ്റ് ഓഫ് പർച്ചേസും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഹൗ മച്ച് ഡിഡക്ഷൻ വുഡ് ബി അവൈലബിൾ ടു മിസ്റ്റർ അനിൽ. ഇതിൻ്റെ തിയറി ഞാൻ ആദ്യം കാണിച്ചു തരാം, എന്നിട്ട് ഞാനതിലേക്ക് വരുന്നതായിരിക്കും ഒരു ബുദ്ധി അല്ലേ. അതായത് നമ്മളെല്ലാവരും PGBP എടുക്കും. PGBPയിൽ സെക്ഷൻ 43B എന്നുള്ള സെക്ഷൻ എടുക്കും. അതിൽ പുതിയൊരു ഡിഡക്ഷൻ വന്നിട്ടുണ്ട്, പുതിയൊരു ക്ലോസ് വന്നിട്ടുണ്ട് 43BH. ഞാൻ ഇതിൻ്റെ ഒരു കാര്യം ഇൻസ്റ്റഗ്രാമിലൊരു വീഡിയോ ഇട്ടിരുന്നു, നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 43BHൻ്റെ പ്രാക്ടിക്കലി ഉള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ 43B എന്നുള്ള സെക്ഷൻ എല്ലാവരും എടുത്തോ. സോ എവരിബഡി ഷാൾ ടേക്ക് ദിസ് നൗ. അപ്പോൾ 43Bയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അതിൽ പുതിയൊരു ക്ലോസ് വന്നതെന്ന് വെച്ചാൽ, where the payment made to micro and small, very important കേട്ടോ. മൈക്രോ എന്താണെന്ന് വെച്ചാൽ ഇതാണ്, ഇത് വെറുതെ വായിച്ചു നോക്കിയാൽ ഞാൻ അതൊന്നും ഡിസ്കസ് ചെയ്യില്ല. മൈക്രോ ആൻഡ് സ്മോൾ ശ്രദ്ധിക്കണം. ശരിക്ക് മൈക്രോ സ്മോൾ മീഡിയം എന്നുള്ളതാണ് ശരിക്കും നമ്മുടെ MSME ആക്ട്. പക്ഷേ ഇതിൽ മൈക്രോ സ്മോളിന് മാത്രമാണ് ഇൻകം ടാക്സിൽ പറയുന്നുള്ളൂ. അപ്പോൾ മൈക്രോ എൻ്റർപ്രൈസും സ്മോൾ എൻ്റർപ്രൈസസിനും നിങ്ങൾ പേയ്മെൻറ്റ് കൊടുക്കാനുണ്ടെങ്കിൽ എപ്പോൾ കൊടുക്കണം? ഒന്നുകിൽ എഗ്രിമെൻറ്റ്, നിങ്ങളും ആ എൻ്റർപ്രൈസും തമ്മിലുള്ള എഗ്രിമെൻറ്റ്. പക്ഷേ എഗ്രിമെൻറ്റ് എത്ര ദിവസത്തിൽ കൂടാൻ പാടില്ല? 45 ഡേയ്സിൽ കൂടാൻ പാടില്ല കേട്ടോ. അതങ്ങനെ പ്രശ്നം അതുണ്ട്. നോട്ട് പെയ്ഡ് വിത്തിൻ ദ ടൈം എഗ്രിമെൻറ്റ് ബൈ ദ പാർട്ടീസ്. അവിടെ ഒരു കാര്യം നിങ്ങൾ എഴുതുക, എഗ്രിമെൻറ്റ് ഷാൾ നോട്ട് എക്സീഡ് 45 ഡേയ്സ് അല്ലേ. അതായത് ആ 45 ഡേയ്സ് 45 ദിവസത്തിന് മുകളിൽ എന്ത് ചെയ്യാൻ പാടില്ല? എഗ്രിമെൻറ്റ് പോകാൻ പാടില്ല. അപ്പോൾ ഒന്നുകിൽ എഗ്രിമെൻറ്റ് ഡേറ്റ് മാക്സിമം 45 ഡേയ്സേ പറ്റുള്ളൂ. ഇനി എഗ്രിമെൻറ്റ് ഇല്ലെങ്കിൽ 15 ഡേയ്സ് കൊണ്ട് പേയ്മെൻറ്റ് കൊടുക്കണം. ഇപ്പോൾ നമ്മളിപ്പോൾ 2023-24 എന്നുള്ള വർഷത്തിൽ നമ്മൾ എന്ത് ചെയ്യാണ്, നമുക്കെല്ലാവർക്കും ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ് ഈ 43B നമ്മളോട് പറയുന്നത് വെച്ചാൽ, നിങ്ങളൊരു എക്സ്പെൻസ് ഒരാൾക്ക് കൊടുക്കാനുണ്ടെങ്കിൽ, ഈ പറഞ്ഞ എക്സ്പെൻസുകൾ ഒരാൾക്ക് കൊടുക്കാനുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? വിത്തിൻ 139 ഡ്യൂ ഡേറ്റിന് മുമ്പായിട്ട് കൊടുക്കണം. പക്ഷേ ഈ 43BH, ഈ പുതിയ വന്ന ഇതുണ്ടല്ലോ 43BH ആണത്, ക്ലോസ് H ആണ്. ഇത് പറയുന്നത് അങ്ങനെയല്ല. ഈ 45 ദിവസം അല്ലെങ്കിൽ 15 ദിവസം കൊണ്ട് അല്ലെങ്കിൽ എഗ്രിമെൻറ്റ് പറയുന്ന ഡേറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾ കൊടുത്തിട്ടില്ല എങ്കിൽ അത് ഡിസലോജ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് 139 ഡ്യൂ ഡേറ്റ് വരെ സമയം ഉണ്ടാവില്ല. ഈ പറഞ്ഞ മൈക്രോ അല്ലെങ്കിൽ സ്മോൾ എൻ്റർപ്രൈസ് നമ്മൾ പൈസ കൊടുക്കാനുണ്ടെങ്കിൽ അത് വിത്തിൻ ദാറ്റ് 45 അല്ലെങ്കിൽ വിത്തിൻ ദാറ്റ് 15 ഡേയ്സ് കൊടുക്കണം. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ദാറ്റ് ഹാസ് ടു ബി ഡിസലൗഡ്. എന്നിട്ട് എപ്പോഴാണ് അലോ ചെയ്യാൻ പറ്റുക? അത് കൊടുത്ത വർഷം അലോ ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ ഇങ്ങനെ സംഭവിക്കാം കേട്ടോ. ഇപ്പോൾ എക്സാമ്പിൾ, അപ്പോൾ 2023-24 നമ്മളൊരാൾക്ക് പേയ്മെൻറ്റ് കൊടുക്കാനുണ്ട് വിചാരിക്കാം. ഒരു മാർച്ച് 1-ാം തീയതിയാണ് പർച്ചേസ് ചെയ്ത് വിചാരിക്കുക. എഗ്രിമെൻറ്റ് ഇല്ലെങ്കിൽ നമുക്കറിയാം മാർച്ച് 15-ാം തീയതി കൊണ്ട് നമ്മൾ വിത്തിൻ 15 ഡേയ്സ് മാർച്ച് 15-ാം തീയതി കൊണ്ട് കൊടുക്കണം. പക്ഷെ നമ്മൾ കൊടുത്തില്ല, അപ്പോൾ നമ്മൾ ഡിസലോ ചെയ്യണം. പക്ഷേ മാർച്ച് 16-ാം തീയതി കൊടുത്തെങ്കിലോ അപ്പോൾ കുഴപ്പമില്ല, കാരണം വെച്ചാൽ ആ വർഷം നമ്മൾ കൊടുത്തല്ലോ. അതുകൊണ്ട് നമുക്ക് 2023-24 ഡിസലോ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മൾ ആ വർഷം കഴിഞ്ഞിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ഓക്കെ, ഞാൻ എന്താണ് ബേസിക്കലി ഇങ്ങനെയാണ് വിചാരിക്കുക. നമ്മളിപ്പോൾ മാർച്ച് 15-ന് കൊടുക്കണം, പക്ഷെ നമ്മൾ കൊടുത്തത് ഏപ്രിൽ 1-ാം തീയതിയാണ് വിചാരിക്കുക. അടുത്ത വർഷം ഏപ്രിൽ 1-ാം തീയതിയാണ് വിചാരിക്കുക. അപ്പോൾ നോക്കില്ല, ഏപ്രിൽ 1-ാം തീയതി പറയുമ്പോൾ വിത്തിൻ 139 ഡ്യൂ ഡേറ്റ് നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഈ പറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടില്ല, മാത്രമല്ല ഈ വർഷം കഴിയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ഡിസലോ ചെയ്യണം. ഇനി വേറെ കേസ് ശ്രദ്ധിക്കാം. ഒരു മാർച്ച് 20-നാണ് വാങ്ങിയ വിചാരിക്കാം. മാർച്ച് 20-നാണ് വാങ്ങിയത്. അപ്പോൾ നമുക്ക് ഒരു എഗ്രിമെൻറ്റും ഇല്ലെങ്കിൽ നമുക്ക് ഏതൊരു സമയമുണ്ട്? നമുക്ക് ഏപ്രിൽ 5 വരെ സമയമുണ്ട് അല്ലേ. ഏപ്രിൽ 5 വരെ സമയമുണ്ട് എന്ന് വെച്ചാൽ ആ വർഷം മാർച്ച് 31-ാം തീയതി ആകുമ്പോഴേക്ക് നമ്മൾ കൊടുത്തിട്ടില്ല. പക്ഷെ നമ്മൾ ഏപ്രിൽ 5-ാം തീയതി വരെ സമയമുണ്ട്. നമ്മൾ ഏപ്രിൽ 4-ാം തീയതി കൊടുത്തു വിചാരിക്കുക. അങ്ങനെ ഡിസലോ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഏപ്രിൽ 6-ാം തീയതി കൊടുത്താൽ എന്ത് ചെയ്യണം? അത് ഡിസലോ ചെയ്യണം അല്ലേ. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതിലേക്ക് വരാം. ആ തിയറി മനസ്സിൽ ഒന്ന് വെക്കുക. ഇനി നമ്മളുടെ തിയറിയിലേക്ക് വരാം. അപ്പോൾ ഫസ്റ്റ് കേസ്, ഇതിലൊരു കാര്യം മനസ്സിലാക്കണം. മിസ്റ്റർ ബി ഉണ്ടല്ലോ, അത് സ്മോൾ എൻ്റർപ്രൈസ് ആണ്. സ്മോൾ അല്ല, അതല്ല. മിസ്റ്റർ എ ഉണ്ടല്ലോ ഇവിടെ താഴെ അല്ലേ, ഇതൊരു മീഡിയം എൻ്റർപ്രൈസ് ആണ്. മീഡിയം എൻ്റർപ്രൈസ്, മൂന്നാമത്തെ കേസ് ഇറ്റ്സ് എ മീഡിയം എൻ്റർപ്രൈസ് ആണ്. അതുകൊണ്ട് അവർക്കുള്ള പേയ്മെൻറ്റ് നമ്മൾ വിത്തിൻ ഇത് കൊടുത്തോ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അത് ഡിസലോഡേ അല്ല. അപ്പോൾ നമുക്ക് ആ 8 ലക്ഷം ഡെഫിനറ്റ്ലി നമുക്ക് എന്ത് ചെയ്യാം?
ഈ വർഷം നമുക്ക് എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാം. കാരണം അത് നമ്മുടെ ഈ പറഞ്ഞ 43BHൻ്റെ അണ്ടറിൽ വരില്ല. അപ്പോൾ ഈ രണ്ടെണ്ണം നോക്കിയാൽ മതി, മൈക്രോ ആൻഡ് സ്മോൾ, അത് മാത്രം നോക്കിയാൽ മതി. ഇനി ഫസ്റ്റ് നോക്കാം നമുക്ക്. ഫസ്റ്റത്തെ കേസ് നോക്കുന്നത് ഇത് 15/2/2024 വാങ്ങിയത്. ശ്രദ്ധിക്കുക, 15/2/2024 വാങ്ങി 5 ലക്ഷത്തിന് വിത്തിൻ 30 days ആണ് ഇവിടെ എഗ്രിമെൻറ്റ് ഇല്ലെങ്കിലാണ് ഞാൻ പറഞ്ഞ 15 days കേട്ടോ. പക്ഷേ എഗ്രിമെൻറ്റ് ഡേയ്സും 45 days കൂടാൻ പാടില്ല, വേറെ കാര്യം. അപ്പോൾ വിത്തിൻ 30 days ആണ് ഈ എഗ്രിമെൻറ്റ് പ്രകാരം കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എപ്പോൾ കൊടുക്കണം നമ്മൾ? 15/2/2024 അപ്പോൾ നമ്മളുടെ എന്താ പറയുക ഫെബ്രുവരി 29 ദിവസം ഉണ്ട് അല്ലേ? 29 - 2 അപ്പോൾ 27 ദിവസം, 29 - 15, അപ്പോൾ 14 ദിവസം ഫെബ്രുവരി കഴിഞ്ഞു. ഇനി നമുക്ക് 30 ദിവസമാണ് സമയം. അപ്പോൾ നമുക്ക് മൈനസ് 30, അപ്പോൾ 16. അപ്പോൾ ശരിക്ക് മാർച്ച് 16 മുമ്പ് കൊടുക്കണമായിരുന്നു അല്ലേ? പക്ഷേ അവർ കൊടുത്തത് മാർച്ച് 29 അങ്ങനെയാണെങ്കിൽ ഇത് ഡിസലോജ് ചെയ്യണ്ടേ? മാർച്ച് 16 കൊടുക്കണം, പക്ഷേ ആ ഡേറ്റ് കഴിഞ്ഞിട്ടാണ് കൊടുത്തത്. പക്ഷേ ഞാൻ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? സംഭവം ശരിയാണ്, ഡിസലോജ് ചെയ്യണം, പക്ഷേ നിങ്ങൾ അതേ വർഷം കൊടുത്തിട്ടുണ്ട്. മാർച്ച് 31 മാർച്ച് 2024 അല്ലേ ആ പ്രീവിയസ് ഇയർ കഴിയുക, പക്ഷേ അതിന് മുമ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഡിസലോജ് ചെയ്യേണ്ട ആവശ്യമില്ല, യു വിൽ ഗെറ്റ് ഇറ്റ്. അപ്പോൾ ഇത് നമുക്ക് കിട്ടും. അപ്പോൾ ഈ 5 ലക്ഷം നമുക്ക് അതേ വർഷം കിട്ടും. അത് മനസ്സിലായില്ലേ? ശരിക്കും പറയുകയാണെങ്കിൽ ആ 30 days ശേഷമാണ് കൊടുത്തത്, എന്നാലും ഡിസലോജ് ചെയ്യേണ്ട, കാരണം അതേ വർഷങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ എപ്പോഴാണ് ഇത് ഡിഡക്ഷൻ കിട്ടുക? നിങ്ങൾ ഈ പറഞ്ഞ എഗ്രിമെൻറ്റ് സമയം അല്ലെങ്കിൽ ആ 15 days കഴിഞ്ഞു, എന്നാൽ എപ്പോഴാണ് അത് ഡിസലോജ് ചെയ്യണം. പക്ഷേ ഏത് വർഷം കിട്ടും? അത് പേ ചെയ്യുന്ന വർഷം കിട്ടും. ഇത് നമ്മൾ 29/2024 എന്ന് വെച്ചാൽ 2023-24 കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഡിസലോജ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് 5 lakh കിട്ടും. ഇനി 7 lakh കിട്ടും നോക്കാം. ഇവിടെ എഗ്രിമെൻ്റ് ഇല്ല. എഗ്രിമെൻ്റ് ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു 15 days കൊണ്ട് കൊടുക്കണം അല്ലേ? 17/3/2024 നമ്മൾ പർച്ചേസ് ചെയ്തത്. അപ്പോൾ 15 days എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? നമുക്കറിയാം മാർച്ചിൽ 31 ദിവസമുണ്ട്, 31 - 17, അപ്പോൾ 14 ദിവസം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഏപ്രിൽ 1 കൊടുക്കേണ്ടത്, പക്ഷേ നമ്മൾ ഏപ്രിൽ 15 കൊടുത്തത്. അപ്പോൾ നമ്മൾ ഡ്യൂ ഡേറ്റിന് ശേഷം കൊടുത്ത് മാത്രമല്ല ആ വർഷത്തിന് ശേഷം അടുത്ത വർഷം കൊടുത്തത്. അതുകൊണ്ട് ദിസ് ഈസ് ടു ബി ഡിസലൗഡ്. അപ്പോൾ നിങ്ങളോട് ചോദിച്ചത് എത്ര ഡിഡക്ഷനാണ് കിട്ടുക? ഡിഡക്ഷൻ കിട്ടുക 5 ലക്ഷം + 8 lakh ആണ്, 13 ലക്ഷം കിട്ടും അല്ലേ? 13 ലക്ഷം കിട്ടും. നോക്കാം നമുക്ക് 6 അല്ലേ? 6ൻ്റെ ആൻസർ ഏതാ? 6ൻ്റെ ആൻസർ സി ആണ് അല്ലേ? സി. അപ്പോൾ സി ആണോ നോക്ക് നമുക്ക്? സി കറക്റ്റ്. 13 lakh. സിമ്പിൾ. ഇനി നെക്സ്റ്റ് വൺ. മിസ്റ്റർ സുനിൽ took an education loan of 8 lakh on 17/1/2023 from a State Bank of India, Mumbai, for his son's MBA from University of Oxford, UK, and remitted said amount through same bank, which is authorized dealer under liberalized remittance scheme, നമ്മുടെ LRS. He further remitted 2 lakh on 15/10/2023. ഈ ഡേറ്റിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ടോ? അതായത് ഈ രണ്ട് ഡേറ്റുകൾക്ക് for personal expenditure out of his personal savings, which is also be authorized dealer under LRS. Mr. Sunil also remitted 6 lakh on 28/3/2024 out of his personal saving under LRS through Union Bank of India, Mumbai, for sister's medical treatment in London. Mr. Sunil has furnished the undertaking containing the details of the early remittance to Bank of India and the Union Bank of India. What is the amount of tax to be collected from Sunil? ഇത് നമുക്ക് ഇതേപോലെ തന്നെ അമെൻമെൻറ്റ് വന്ന ഏരിയ ആണ് അല്ലേ? നമ്മുടെ TCSൻ്റെ കോൺസെപ്റ്റാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? TCSൻ്റെ കേസ് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ആ അമെൻമെൻറ്റ് വന്ന ഏരിയ നമുക്കൊന്ന് വെറുതെ ഒന്ന് കണ്ടുനോക്കാം. റെഡി? അപ്പോൾ അതിൽ പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ലെറ്റ് മീ ടേക്ക് ഓക്കെ. അപ്പോൾ അതിൽ ഇതാണ് നമ്മുടെ എന്താ പറയുക അമെൻമെൻറ്റ്, അതായത് 2061G നമുക്കറിയാം. നമ്മൾ ഓവർസീസ് റെമിറ്റൻസ് LRS വഴി ചെയ്യുകയാണെങ്കിൽ TCS കളക്ട് ചെയ്യണം. അപ്പോൾ അതിൽ പറയുന്നത് വെച്ചാൽ 30/9/2023 വരെ ഒരു റേറ്റ് ആയിരുന്നു. അതായത് നമ്മൾ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ മെഡിക്കലൊക്കെ ആണെങ്കിൽ 5%, അതിന് മാറ്റില്ല. എഡ്യൂക്കേഷനും അതുപോലെ തന്നെ മെഡിക്കലും ഒരു അമെൻമെൻറ്റും ഇല്ല. 5% ആണ്. 7 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ 5%. ഇനി നമ്മുടെ എന്താ പറയുക ഇതിലും മാറ്റില്ല. എഡ്യൂക്കേഷൻ ലോൺ ഇത് രണ്ടും മാറ്റമുണ്ടോ? ഇത് എഡ്യൂക്കേഷന് വേണ്ടി നമ്മൾ പൈസ അയച്ചു കൊടുക്കുക, ഇത് എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ട് അത് പുറത്തേക്ക് അയച്ചു കൊടുക്കുക. അവിടെയും മാറ്റില്ല. 0.5 അവിടെ മാറ്റില്ല. പക്ഷേ ടൂർ പാക്കേജൊക്കെ ആണെങ്കിൽ നമുക്കറിയാം 2039 വരെ 5% ആയിരുന്നു. 39 ശേഷമാണെങ്കിൽ അപ് ടു 7 lakh 5%, 7 lakhന് മുകളിലാണെങ്കിൽ 20% ആണ്. ഇനി എനി അതർ പർപ്പസ് ആണെങ്കിൽ എനി അതർ പർപ്പസ് ആണെങ്കിൽ നേരത്തെ 5% ആയിരുന്നു ഓൺ എക്സസ് ഓഫ് 7 lakh, ഇപ്പോൾ 20% ആണ് ഓൺ എക്സസ് ഓഫ് 7 lakh അല്ലേ? അപ്പോൾ ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കുക. ഇനി അപ്പോൾ ഇയാൾ
എന്ത് കൊടുത്തിട്ടുണ്ട് 1/7/2023 എന്ന് വെച്ചാൽ 30/9 മുമ്പ് എന്ത് കൊടുത്തിട്ടുണ്ട് എഡ്യൂക്കേഷൻ ലോൺ. ഞാൻ പറഞ്ഞു എഡ്യൂക്കേഷൻ ലോൺ അപ്പോഴും ഇപ്പോഴും എപ്പോഴും എത്രയാണ് 0.5% ആണ് അല്ലേ, 0.5% ആണ്. അപ്പോൾ നമ്മൾ ഓപ്ഷനിൽ ആ 0.5% ഉണ്ടോ നോക്കാം. ഓക്കെ, 0.5%, 0.5. അപ്പോൾ മൂന്നിലും 0.5 ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഒരു സ്മാർട്ടായിട്ട് ചിന്തിക്കാൻ പറ്റില്ല. മൂന്നിലും അവർ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് അറിയുന്നവർക്ക് അറിയാം. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. 0.5%. ഓക്കെ, അത് സമ്മതിച്ചു. ഇനി അടുത്തത് ഇനി എന്താണ് ഈ ഫർദർ റെമിറ്റ് 2 lakh ഫോർ ഹിസ് പേഴ്സണൽ എക്സ്പെൻഡിച്ചർ. പേഴ്സണൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ ഏതിലാണ് വരിക? നമ്മൾ ഈ പറഞ്ഞ തിയറിയിൽ അതറിലാണ് വരിക, അതർ എക്സ്പെൻഡിച്ചർ. അപ്പോൾ നമുക്കറിയാം ഇത് 30/9 ശേഷമല്ലേ, 30/9 ശേഷമല്ലേ നമ്മൾ റെമിറ്റ് ചെയ്തത്, 15/10 30/9 ശേഷം ആണെങ്കിൽ 20% ആണ് വേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം 20% ഉണ്ടോ നോക്കാം. അല്ല സോറി അതിന് മുമ്പ് വേറെ ഒന്നുണ്ട് അല്ലേ. അതിന് മുമ്പ് ആദ്യം എന്തായിരുന്നു, UK has remitted said amount to through said bank which is an other. Okay and for his personal expenditure എന്തായിരുന്നു, he further remitted 2 lakh on 15/10/2023 to his son for his personal expenditure out of his personal saving through Bank of India Mumbai, which is also okay. പിന്നെ അതുപോലെ ആൾസോ റെമിറ്റഡ് 6 lakh on 28 for personal savings under LRS through Union Bank of India. ഓക്കെ, സിസ്റ്റേഴ്സ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് അല്ലേ. മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ആണെങ്കിൽ നമുക്കറിയാം എത്രയാണ് വരിക. മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ആണെങ്കിൽ നമ്മളെന്താ പഠിച്ചത് ഇവിടെ, മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ആണെങ്കിൽ 7 lakhൻ്റെ മുകളിലാണെങ്കിൽ ദാറ്റ് ഈസ് ആക്ച്വലി 5% അല്ലേ. അപ്പോൾ ഇതിൽ അവർ പറയാണ് TCS 5% 1 lakh ഇൻ റെസ്പെക്ട് ഓഫ് സൺസ് എഡ്യൂക്കേഷൻ 0.5% അല്ലേ. അപ്പോൾ 5% ഓഫ് 2 lakh ഇൻ റെസ്പെക്ട് ഓഫ് റെമിറ്റൻസ് ഫോർ സൺസ്. അപ്പോൾ നമുക്കറിയാം അതല്ല 5% അല്ല വരിക, കാരണം നമുക്കറിയാം ഇത് ഈ ഡേറ്റിന് ശേഷമല്ലേ, 30/9 ശേഷമല്ലേ. അപ്പോൾ 20% ആണ് വരിക അല്ലേ, 20% ആണ് വരിക. അപ്പോൾ നമുക്കറിയാം ഈ അത് തെറ്റാണ്. പിന്നെ ഇവിടെ നിന്ന് 20% പറഞ്ഞില്ല. അപ്പോൾ തന്നെ നമുക്കറിയാം ഈ B ആണ് ബേസിക്കലി എന്താ പറയുക ഇത് അല്ലേ. അതുപോലെ തന്നെ പിന്നെന്തായിരുന്നു, കറക്റ്റ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ അപ്പോൾ ഇവിടെ ഏത് ആൻസർ വരിക ഇതിൽ നമുക്ക് നോക്കാം. ഏതാണ് ക്വസ്റ്റ്യൻ നമ്പർ 7 അല്ലേ. ഓക്കെ, 7ൽ B ആണ് അല്ലേ, ഞാൻ പറഞ്ഞ പോലെ. അത് നമുക്ക് ആ 20% കാണുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് കണ്ടെത്താൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ഈസ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ആ ഒരു അമെൻമെൻറ്റ് ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കട്ടോ. ഇനി Mr. Garg, aged 45 years and resident in India, is saving total income 5 lakh. He's having total income of 5,70,000, comprising of long-term capital gain taxable under 112. This is a tricky question. അപ്പോൾ പിന്നെ 45 years having total income of 5,70,000, comprising of long-term capital gain and 112 70 and 112A 1,50,000 and short-term capital gain 11A and other income 2,50,000. Compute the tax liability under 115 BAC. This is the question. This is a very tricky question, buddies. നമുക്ക് നോക്കാം. ആൾക്ക് ഉള്ള ഇൻകംസ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. എന്തൊക്കെ ഇൻകംസ് ഉണ്ട് നോക്കാം നമുക്ക്. അയാൾക്ക് എന്തൊക്കെയുണ്ട്, ഒന്ന് ടോട്ടൽ ഇൻകം 5,70,000 ആണല്ലേ. അതിലെന്തൊക്കെയുണ്ട് 5,70,000 ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 112,70,000 112,70,000. ഓക്കെ, സമ്മതിച്ചു. പിന്നെന്താ ഉള്ളത്, 112A 1,50,000 ഉണ്ട്. ഓക്കെ, 112A 1,50,000 ഉണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക 112A 1,50,000 ഉണ്ട്. ആൻഡ് 111A 1 lakh ഉണ്ട്, 111A 1 lakh ഉണ്ട്. ഓക്കെ, പിന്നെ എന്താ പറയുക അതർ ഇൻകം 2,50,000 ഉണ്ട്. അതർ ഇൻകം 2,50,000 ഉണ്ട്. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് 115 BAC ആണ്. അപ്പോൾ ഒരു കാര്യം നമ്മൾ ആദ്യം അതിൻ്റെ തിയറി നോക്കണം. 115 BACയിൽ ഇത് ശ്രദ്ധിക്കേണ്ടത് അവർ ഉദ്ദേശിക്കുന്ന റിബേറ്റ് ആണ്, റിബേറ്റിൻ്റെ കമ്പ്യൂട്ടേഷനാണ്. കാരണം നമ്മളുടെ ഈ പറഞ്ഞ 115 BAC ആണെങ്കിൽ നമ്മളൊരു കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു. റിബേറ്റിൻ്റെ കേസ് എന്തായിരുന്നു, റിബേറ്റിലെ എവിടെയായിരുന്നു റിബേറ്റ് ആണെങ്കിൽ 115 BAC ആണെങ്കിൽ നമുക്കറിയാം 7 ലക്ഷം വരെ നമുക്ക് എന്ത് കിട്ടും, റിബേറ്റ് കിട്ടും. അപ്പോൾ 7 ലക്ഷം വരെ ചുരുക്കി പറഞ്ഞാൽ ടാക്സ് കൊടുക്കണ്ട. 7 lakh വരെ നിങ്ങൾ ടാക്സ് ശരിക്കും കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അതായത് ഒന്നെങ്കിൽ 25,000 ഓർ ടാക്സ് ഓൺ ഇൻകം വിച്ച് ഇസ് ലോവർ അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് അത്രയും എമൗണ്ട് നമുക്ക് ബേസിക്കലി എന്ത് കിട്ടും, റിബേറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മളുടെ എക്സാമ്പിൾ ഏതായിരുന്നു അല്ലേ, 112 എത്രയാണ് 70,000 ആണ് അല്ലേ, 112 70,000 ആണ്.
സോ 70,000 ഇൻറ്റു 14,000. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ 1,111 എത്രയാണ്? 1 lakh ആണ് അല്ലേ? 1 lakhന് നമുക്കറിയാം എത്ര വരിക? 15% വരാം. 1 സെക്കൻഡ്. സോറി നമ്മൾ ഏതായിരുന്നു? കറക്റ്റ്. ഓക്കെ. അപ്പോൾ അത് മാത്രമല്ല നമുക്ക് സോ എത്ര റിബേറ്റ് ഇടുമെന്ന് വെച്ചാൽ ഒന്നുകിൽ 25,000 അല്ലെങ്കിൽ ടാക്സ് ഓൺ ഇൻകം വിച്ച് ഈസ് ലെസ് ആണ് നമുക്ക് റിബേറ്റ് കിട്ടുക അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് വരും നോക്കാം. സോ സോറി ഞാൻ വീണ്ടും മാച്ചു അല്ലേ? അപ്പോൾ 5,70,000 ഏതൊക്കെ വരുന്നുണ്ട്? 112 is equal to 70,000. കറക്റ്റ്, 70,000. അപ്പോൾ അതിൻ്റെ മേലെ എത്ര ടാക്സ് വരും? 112 is equal to 70,000 അല്ലേ? 70,000 ഇൻറ്റു 0.2 എന്ന് വെച്ചാൽ 14,000. പിന്നെ അതുപോലെ തന്നെ വരുന്നത് എന്താണ്? 112 ദെൻ 112A അവിടെ നിൽക്കട്ടെ. പിന്നെ അതുപോലെ തന്നെ 111A പ്രകാരം എത്ര കിട്ടാം? നമുക്ക് 15,000 അല്ലേ? അതായത് 111ൻ്റെ റേറ്റ് അറിയില്ല നമുക്ക് അല്ലേ? അതായത് നമ്മുടെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ അല്ലേ? ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ എത്ര വരാം? 15 അല്ല? നിങ്ങൾ ആ തിയറി പഠിച്ചില്ലെങ്കിൽ അത് നിങ്ങൾ ആ ഒരു പെർസെൻറ്റേജ് അറിയണ്ടോ? നമ്മൾ ക്യാപിറ്റൽ ഗെയിനിൽ ഐ ജസ്റ്റ് ഷോ യു ദാറ്റ്. ഐ ഹോപ്പ് ഓൾ ഓഫ് യു നോയിങ് ദാറ്റ് അല്ലേ? അപ്പോൾ അതിൽ ഇവിടെ നമുക്കറിയാം 112 ആണെങ്കിൽ ദാറ്റ് ഈസ് ആക്ച്വലി 15% ആണ്. ഓക്കെ. പിന്നെ 112A ഒക്കെ ആണെങ്കിൽ അപ് ടു 1 lakh നമുക്ക് എല്ലാവർക്കും അറിയാം. മറ്റേത് 20% ആണ്. ഫൈൻ. അപ്പോൾ യു നോ ദാറ്റ് റൈറ്റ്? സോ അടുത്ത ക്വസ്റ്റ്യൻ. അതർ ഇൻകം 2,50,000. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിൽ നമ്മളുടെ അതർ ഇൻകം 2,50,000 ആണ് അല്ലേ? അതർ ഇൻകം 2,50,000 ആണ്. അപ്പോൾ നമുക്കറിയാം ഇത് 115 BAC ആണ്. അപ്പോൾ ഇതിൽ വേറൊരു കാര്യം ശ്രദ്ധിക്കണം. 115 BAC ഇതിൽ ഒരുപാട് ട്വിസ്റ്റുള്ളൊരു ക്വസ്റ്റ്യൻ ആണത്. ഒരുപാട് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ നമുക്കെല്ലാവർക്കും അറിയാം ഈ എന്താ പറയുക ഒരു അൺഎക്സോസ്റ്റഡ് ബേസിക് എക്സംഷൻ ലിമിറ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചില്ലേ? അൺഎക്സോസ്റ്റഡ് ബേസിക് എക്സംഷൻ ലിമിറ്റ് പഠിക്കാത്ത ആളുകളുണ്ടെങ്കിൽ അതൊന്ന് പഠിക്കേണ്ട, എന്നാൽ മനസ്സിലാവും. ഈ 115 BACയിൽ അതർ ഇൻകം ശ്രദ്ധിക്കട്ടോ. അതർ ഇൻകം 3 lakh അല്ലേ? ഞാനിതിൽ ഇനി കാണാത്തവർക്കാണെങ്കിൽ ഈ അൺഎക്സോസ്റ്റഡ് ബേസിക് എക്സംഷൻ ലിമിറ്റ് കാണാത്തവർക്ക് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അത് പറഞ്ഞത് നല്ല ട്രിക്കി ആയിട്ടുള്ളൊരു RTP ആണത് ആക്ച്വലി. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവർ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനത്തെ സാധനം ഞാൻ ഇവിടെ കൊടുത്തതാണ് അൺഎക്സോസ്റ്റഡ് ബേസിക് എക്സംഷൻ ലിമിറ്റ് അല്ലേ? നമ്മൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ അൺഎക്സോസ്റ്റഡ് ഞാൻ കാണിച്ചിട്ട് അത് ജസ്റ്റ് കാണിച്ചത് എനിക്ക് മനസ്സിലാവുന്ന എനിക്കറിയില്ല. അതായത് നമുക്ക് അതർ ഇൻകം 2,50,000 ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ 111 നമുക്കറിയാം എത്രയുണ്ട്? 1 lakh ഉണ്ട്. ഇനി അതർ ഇൻകം ശരിക്കും നമുക്ക് 2,50,000 ഉള്ളൂ അല്ലേ? 2,50,000 ഉള്ളൂ. പക്ഷേ നമുക്കറിയാം 115 BAC പ്രകാരം 3 ലക്ഷം വരെ എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല? ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. 3 ലക്ഷം വരെ ടാക്സ് കൊടുക്കേണ്ട. പക്ഷേ 2.5 ലക്ഷം വരെ ഉള്ളൂ നമുക്ക് ഇൻകുള്ളൂ. അപ്പോൾ അവിടെ ഒരു അൺഎക്സോസ്റ്റഡ് ആയിട്ട് 50,000 ലിമിറ്റ് ഇല്ലേ? ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളുടെ ഈ സ്പെഷ്യൽ ഇൻകമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്പെഷ്യൽ റേറ്റ് വരുന്നത് 112 അപ്പോൾ നമുക്ക് 112 70,000 ഉണ്ട്. ശരിക്കും 112 70,000 ഉണ്ട്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? ഈ 50,000 അങ്ങോട്ട് എടുക്കാം. അപ്പോൾ ബാക്കി 20,000 എടുത്താൽ മതി അല്ലേ? അപ്പോൾ എത്ര വരിക? 14,000 വരില്ല. അപ്പോൾ 20,000. ദിസ് ഇസ് വെരി ട്രിക്കി ക്വസ്റ്റ്യൻ അല്ലേ? 20,000 ഇൻറ്റു 0.2 എന്ന് വെച്ചാൽ 4,000 മാത്രമേ വരുള്ളൂ. 4,000. പിന്നെ 111 നമുക്കറിയാം 15 അപ്പോൾ 15,000 വരും. അപ്പോൾ പിന്നെ അതർ ഇൻകത്തിൻ്റെ മേലെ ഞാൻ പറഞ്ഞു നോ ടാക്സ്. അതർ ഇൻകം നോ ടാക്സ്. ഓക്കെ. അപ്പോൾ അതർ ഇൻകം വരിക എത്രയാണ്? ടാക്സ് ഇല്ല, കാരണം അപ് ടു 3 lakh. അപ്പോൾ ടോട്ടൽ എത്ര വരും? ഇത് ഞാൻ ഇങ്ങനെ ചെയ്യാൻ കാരണമുണ്ട്. അപ്പോൾ ടോട്ടൽ ടാക്സ് ഇസ് ഈക്വൽ ടു 19,000 ആണ് വരിക. മൈനസ് റിബേറ്റ് ഇസ് ഈക്വൽ ടു 19,000. ഇത് എനിക്കറിയാം നിങ്ങളുടെ മനസ്സിൽ സാധനം എന്തുകൊണ്ട് 112 എടുത്തില്ല അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ബാക്കി ടാക്സ് 0. ഇനി എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഇവിടെ ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ കമ്പ്യൂട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ ഗെയിനിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, റിബേറ്റ് ഉണ്ടല്ലോ അത് 112A റിബേറ്റ് കിട്ടില്ല. 112A നമുക്ക് റിബേറ്റ് എടുക്കാൻ പറ്റില്ല.
അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ ചെയ്യാൻ കാരണം. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ, താഴെ 112ൻ്റെ മാത്രം ടാക്സ് കണ്ടെത്തുക. 112A എത്രയാണുള്ളത്? 112A is equal to how much everyone? It is 1,50,000 അല്ലേ? അപ്പോൾ 1,50,000 നമുക്കറിയാം 112A അപ് ടു 1 lakh നോ ടാക്സ്. അപ്പോൾ 1,50,000 1 lakhന് ടാക്സിൽ ബാക്കി 50-നകത്ത് 10%. അപ്പോൾ 5,000 അതിന് മേലെ സെസ് ആഡ് ചെയ്യാം. അപ്പോൾ 5,200 ടാക്സ് വരിക. 5,200 ടാക്സ് വരിക അല്ലേ? 5,200 ഇതുണ്ട്, ബി ആണ്. അപ്പോൾ 8ൻ്റെ ആൻസർ ബി ആണ് അല്ലേ? നോക്ക്, നമുക്ക് 8ൻ്റെ ആൻസർ ബി അല്ലേ? യെസ്, സെറ്റ്. അപ്പോൾ ഈ ഒരു കമ്പ്യൂട്ടേഷൻ, ഞാനിപ്പോൾ ലാസ്റ്റ് ചെയ്ത കമ്പ്യൂട്ടേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ, ഒന്ന് നമ്മൾ അറിയേണ്ടത് ഈ അൺഎക്സോസ്റ്റഡ് ബേസിക് എക്സംഷൻ എന്നുള്ള കോൺസെപ്റ്റ് അവിടെ അപ്ലൈ ചെയ്യണം. മറ്റൊന്ന് 112Aക്ക് റിബേറ്റ് കിട്ടൂല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കണം. ഓക്കെ, പിന്നെ നമുക്ക് എല്ലാവർക്കും വേണമെങ്കിൽ 115BSൽ നമ്മൾ 7 lakh വരെയാണ് റിബേറ്റ് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കണം. അപ്പോൾ നല്ല, അത് പറഞ്ഞത് ദിസ് RTP ആക്ച്വലി ദിസ് ദ ബെസ്റ്റ് RTP ഐ ഹവ് സീൻ ഇൻ റീസെൻറ്റ് ടൈം. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഇനി അടുത്ത് ഇനി ഇതൊക്കെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എന്നാൽ ഞാൻ ജസ്റ്റ് ഒന്ന് സഹായിക്കാൻ വേണമെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ജസ്റ്റ് ഞാൻ അതിൻ്റെ ആൻസറും അതിൻ്റെ കൂടെ തന്നെ വായിക്കാം അല്ലേ? ഇതിലെന്തെങ്കിലും ട്വിസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഡിസ്കസ് ചെയ്യട്ടോ, അല്ലെങ്കിലൊക്കെ നോർമൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. Miss Rida, an Indian citizen and MBA Harvard University, was employed in AFL LLP of country A since June 2016. അപ്പോൾ അയാൾ അവിടെയാണ് പുറത്തുള്ളത് കേട്ടോ. ഷീ കെയിം ടു ഇന്ത്യ ഓൺ 15/11/2020. അപ്പോൾ നവംബറിലാണ് വന്നത്. അപ്പോൾ അവിടുന്ന് അങ്ങോട്ട് കൂട്ടിയാൽ മതി അല്ലേ? അപ്പോൾ നേരത്തെ ഇന്ത്യയിൽ 2012 വന്നതാണ്, അതിന് പിന്നെ വന്നിട്ടില്ല. പിന്നെ വന്നത് ഈ പറഞ്ഞ ബേസിക്കലി എന്താ പറയുക, ഓക്കെ, ഈ വർഷമാണ് അല്ലേ? ആൻഡ് വാസ് സബ്സീക്വൻ്റ്ലി എംപ്ലോയ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ ആൻഡ് നെവർ വിസിറ്റഡ് ഇന്ത്യ thereafter. There is no income tax in country A. That is important. There is no income tax in country A, and she has earned an interest income of 2,40,000. Okay, and the country A 2,40,000 ഉണ്ട്, and salary income AFLLB 15 lakhs up to the date of her return to India in the financial 2023-24. Salary income for the Autofit Limited up to 31/2024 is 13,50,000, and she had a dividend is 3 lakh from the shares of an Indian company. അപ്പോൾ ഇത് ഇന്ത്യൻ ഇൻകം ആണ് അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം ഈ 15/11/2023 മുതൽ കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ എത്ര ഞാനതൊന്നും കൂട്ടുന്നില്ല, നിങ്ങൾ കൂട്ടി വെക്കുക. അപ്പോൾ പിന്നെ എത്ര ദിവസം, 138 days ആണ് അല്ലേ? അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഫസ്റ്റ് കണ്ടീഷൻ ഓക്കെ അല്ലെങ്കിൽ സെക്കൻഡ് കണ്ടീഷൻ നോക്കണം അല്ലേ? സെക്കൻഡ് കണ്ടീഷൻ നോക്കണം, കാരണം അവർ സെക്കൻഡ് കണ്ടീഷൻ എന്താണ്, 60 days plus 365 days. പക്ഷേ അതൊരിക്കലും ഉണ്ടാവില്ല, കാരണം ആൾ നേരത്തെ 2012 വന്നാണ്, പിന്നെ അത് വന്നിട്ടില്ല. അപ്പോൾ ലാസ്റ്റ് 4 years ഇവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഷീസ് എന്താണ് തിയറി പ്രകാരം ആൾ റെസിഡൻ്റ് അല്ല. പക്ഷേ നമ്മൾ മറ്റൊരു തിയറി പഠിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? അപ്പോൾ സംഭവം മനസ്സിലായില്ലേ? ആൾ 180 days ഇല്ല, മാത്രമല്ല 60 plus 365 ഇല്ല. അപ്പോൾ ആൾ ശരിക്കും NRI ആവേണ്ടതാണ്. പക്ഷേ നമ്മളെല്ലാവരും തിയറി പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താ തിയറി പഠിച്ചതെന്ന് വെച്ചാൽ ഒരു ഡീംഡ് റെസിഡൻറ്റ് അല്ലേ? അതായത് എന്തായിരുന്നു ഡീംഡ് റെസിഡൻ്റ് കോൺസെപ്റ്റ് എന്തായിരുന്നു? എവിടെയുന്നത്, വെർ ഈസ് ദാറ്റ് ഡീംഡ് റെസിഡൻറ്റ് അല്ലേ? അതായത് എവിടെയായിരുന്നത്? ഡീംഡ് റെസിഡൻറ്റ്. അത് നമ്മളൊരു കാര്യം പഠിച്ചാൽ ഡീംഡ് റെസിഡൻറ്റ് കേസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ഇന്ത്യൻ സിറ്റിസൺ, ആൾക്ക് ഇന്ത്യൻ ഇൻകം 15 lakhൻ്റെ മുകളിലുണ്ടെങ്കിൽ, ഇന്ത്യൻ ഇൻകം 15 lakhന് മുകളിലുണ്ട്, മാത്രമല്ല മറ്റൊരു രാജ്യത്തും ആൾ ടാക്സ് അടക്കേണ്ടി വരുന്നില്ല എങ്കിൽ ആളെ ഇന്ത്യൻ റെസിഡൻ്റായിട്ട് കണക്കാക്കും. മാത്രമല്ല ആ ഇന്ത്യൻ അങ്ങനെ റെസിഡൻ്റ് ആയി കഴിഞ്ഞാൽ ഓൾവേസ് അതെന്തായിട്ട് കണക്കാക്കുക, RNOR ആയിട്ട് കണക്കാക്കുക. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? RNOR ആയിട്ടാണ് കണക്കാക്കുക. അപ്പോൾ നമ്മളുടെ ഈ കേസിൽ അയാൾ പിന്നെന്താ പറയുക, അതായിരുന്നു ഇന്ത്യൻ സിറ്റിസൺ ആണ്. മാത്രമല്ല ഇന്ത്യൻ ഇൻകം എത്ര വരുന്നുണ്ട്, മോർ ദാൻ 15 lakh വരുന്നുണ്ട്. മാത്രമല്ല ആൾ കൺട്രി എയിൽ ടാക്സ് കൊടുക്കാൻ ലയബിൾ അല്ല അല്ലേ? ദർ ഇസ് നോ ഇൻകം ടാക്സ് ഇൻ കൺട്രി എ. അപ്പോൾ ആൾ ഡീംഡ് റെസിഡൻ്റ് ആയിട്ട് കണക്കാക്കും. അപ്പോൾ നമുക്കറിയാം ഡീംഡ് റെസിഡൻ്റ് ആണെങ്കിൽ ഡയറക്റ്റ്ലി RNOR ആയിട്ട് കണക്കാക്കുക. സോ ആളുടെ സ്റ്റാറ്റസ് RNOR ആണ്. ഇനി RNOR ആണെങ്കിൽ നിങ്ങളോട് ആളുടെ ടോട്ടൽ ഇൻകം കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. RNOR ആണെങ്കിൽ എന്താ സംഭവിക്കുക, ആൾ പുറത്തുനിന്ന് ഫോറിൻ ഇൻകം ആൾക്ക് എന്താണ് ടാക്സബിൾ അല്ല. അപ്പോൾ ഈ പുറത്തുനിന്നുള്ള ഈ ഇൻകംസ് എന്തല്ല, ആൾക്ക് ടാക്സബിൾ അല്ല. സോ ഇറ്റ്സ് വെരി ഈസി അല്ലേ? അപ്പോൾ ഇതൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ എന്താണ് ചെയ്യേണ്ട സംഭവമാണ്. ഓക്കെ, അപ്പോൾ ഇത് ഇന്ത്യൻ ഇൻകം ഇത്ര വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതുകൊണ്ട് RNOR ആയതുകൊണ്ട് ഇന്ത്യൻ ഇൻകം മാത്രമേ ഉള്ളൂ അല്ലേ? ഈ 13 lakhും ഇതും മാത്രമേ ആൾക്ക് ടാക്സബിൾ ആവുള്ളൂ, മറ്റേത് ടാക്സബിൾ അല്ല. സിമ്പിൾ. ഓക്കെ, ഫൈൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. Mr. Raj, a resident in India, owns 2 house property, one in Delhi and another in Kanpur. The property in Kanpur is a self-occupied. Okay, Mr. Raj, however, the property in Delhi is let out throughout the year. അപ്പോൾ പിന്നെ കാൺപൂരിലത് സെൽഫ് ഓക്കുപ്പൈഡ് ആണ്, മറ്റേത് ലെറ്റ് ഔട്ട് ആണ്. അപ്പോൾ അതിൽ സ്റ്റാൻഡേർഡ് റെൻറ്റ്, മുനിസിപ്പൽ ഫെയർ റെൻറ്റ് അതൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ? അപ്പോൾ മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ബൈ കാൺപൂർ ഹൗസ് ഇസ് 3,500. And they have taken a loan from SBF 35 lakh at 12% per annum.
In April 2021, for purchase of Delhi house, the stamp duty value of house was 40 lakhs. Mr. Raj purchased a plot in Kanpur. Kanpur is self-occupied in May 2021. And the construction, അപ്പോൾ നമുക്കറിയാം അതൊരു പ്രീ കൺസ്ട്രക്ഷൻ എന്നുള്ള കോൺസെപ്റ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ, ആൻഡ് വാസ് കംപ്ലീറ്റഡ് ഓൺ ഡിസംബർ 2022. അപ്പോൾ എത്ര ദിവസം എന്താണ് ബേസിക്കലി പ്രീ കൺസ്ട്രക്ഷൻ ഉണ്ടാവും നമുക്ക് എല്ലാവർക്കും അറിയാം. മിസ്റ്റർ രാജ് ടുക്ക് എ ലോൺ ഓഫ് Mr. Raj took a loan of 25 lakhs at 10% on 1/7/2021 for the construction of this house. No repayment has been done so for both the scheme. During the 2024, Mr. Raj has earned a salary income of 18 lakh. Compute the total income of Mr. Raj for the assessment 2024-25 under the both tax regime. That is important. അത് 115 BAC ചെയ്യണം, അതുപോലെ തന്നെ നോർമലും ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് അതെങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചിരുന്നുള്ളൂ. അപ്പോൾ ആദ്യം ഡീഫോൾട്ട് റെജിം 115 BAC എങ്ങനെയാണെന്ന് വെച്ചാൽ എന്താണ് വ്യത്യാസം വരിക പറയും. 115 BAC ആണെങ്കിൽ എന്താ വ്യത്യാസം വരിക? ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട് കേട്ടോ. അതായത് ഇതിൻ്റെ ലോൺ എടുത്ത വർഷം നമ്മൾ നോക്കണം, ഏപ്രിൽ 2021 ആണ്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മളോട് ശ്രദ്ധിക്കണം. അതായത് ഒന്ന് ഞാൻ കാണിച്ചു തരാം, ഐ വിൽ കം ടു ദാറ്റ് പോയിന്റ്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടിയണം. ഞാൻ എല്ലാവരോടും പറയുന്ന കാര്യം വെച്ചാൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് അരിച്ച് പൊറുക്കി പഠിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമുക്കിത് വേണ്ട നേരത്തൊന്നും റീകോൾ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് എപ്പോഴും ഷോർട്ടാക്കി പഠിക്കാം. വലിയ ബുക്ക് വായിച്ചിട്ട് ഒന്നും ഇല്ലാത്ത അവസ്ഥ ഉണ്ടാക്കിയേക്കരുത്. ഓക്കെ, അപ്പോൾ പിന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അതായത് 80EEA എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു അല്ലേ. അതായത് നമ്മൾ 2019, 20, 20, 21, 22 ഈ വർഷങ്ങളിൽ നമ്മൾ വാങ്ങുകയാണെങ്കിൽ നമുക്ക് 80EA പ്രകാരം 1,50,000, അതായത് ദിസ് ഇൻ അഡീഷൻ ടു 24B, അതായത് നമ്മൾ 2 lakhന്റെ മുകളിൽ വരുന്ന നമുക്ക് കിട്ടും അല്ലേ. ഓക്കെ, അപ്പോൾ അത് ഒരു കാര്യം മനസ്സിലാക്കണം. 80EA പ്രകാരം നമുക്ക് ഡിഡക്ഷൻ കിട്ടും. ഓക്കെ, ഇനി ഫൈൻ. അപ്പോൾ അതൊന്ന് ഓക്കെ, ആ ഒരു കാര്യം ഒന്ന്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 115 BAC നമ്മൾ തറവായിരിക്കണം. അത് തറവായിരിക്കണം, 115 BAC തറവായിരിക്കണം. അപ്പോൾ 115 BACയിൽ ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ഒരു ചാപ്റ്റർ സിസ്റ്റം കിട്ടില്ല, അപ്പോൾ 80A കിട്ടില്ല. മാത്രമല്ല നമുക്ക് 24Bയിൽ ശ്രദ്ധിക്കേണ്ടത് ഇൻട്രസ്റ്റ് ഓൺ സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടി മാത്രമാണ് കിട്ടാത്തത്. ഇൻട്രസ്റ്റ് ഓൺ ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ കാര്യമാണ് അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മളുടെ കേസിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. നമുക്ക് ആദ്യം ഡീഫോൾട്ട് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് GAV കണ്ടെത്തുക എന്നൊന്നും പറഞ്ഞിട്ട് ആവശ്യമില്ല. അപ്പോൾ ആദ്യം ആൾക്ക് സാലറി ഉണ്ട്, അന്ന് സ്റ്റാൻഡ് ആക്ഷൻ കുറയ്ക്കുക. അപ്പോൾ നമുക്ക് സാലറിയും കിട്ടി. ഇനി ആളുടെ ഡൽഹി ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ GAV കണ്ടെത്തുക? അതൊന്നും ഞാൻ ചെയ്യുന്നില്ല. 1,80,000 ആണ് GAV കിട്ടുക. അതൊന്ന് മുനിസിപ്പൽ ടാക്സ് കുറയ്ക്കുക, അതൊന്ന് 30% സ്റ്റാൻഡ് ആക്ഷൻ കുറയ്ക്കുക, ഇൻട്രസ്റ്റ് ഓൺ ലോൺ കുറയ്ക്കുക. അതൊക്കെ നിങ്ങൾക്ക് ചെയ്യുന്ന പരിപാടിയാണ്. 35 lakh × 12% അല്ലേ. ദാറ്റ്സ് ഇറ്റ്. ഇനി സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടി ആണെങ്കിൽ നമുക്കറിയാം GAV 0 ആയിരിക്കും. പിന്നെ ആകെ ഉണ്ടാവുക ഇൻട്രസ്റ്റ് ആണ്. നമ്മൾ ഡീഫോൾട്ട് റെജീമാണ്. ഡീഫോൾട്ടിലാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം എന്ത് ചെയ്യാൻ പറ്റില്ല, സെൽഫ് ഒക്യുപ്പൈഡിൻ്റെ ഇൻട്രസ്റ്റ് കുറയ്ക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് അത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇൻകം അണ്ടർ ഹൗസ് പ്രോപ്പർട്ടി ഇതാണ് കിട്ടുക. അപ്പോൾ പിന്നെ അപ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകം നമുക്ക് എത്ര കിട്ടി? അത് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് വെച്ചാൽ നമുക്ക് ഡയറക്റ്റ്ലി സാലറിന്ന് കുറയ്ക്കാൻ പറ്റും കേട്ടോ. അത് നമ്മൾ പിന്നെ വേണമെങ്കിൽ അങ്ങനെ എഴുതിയാൽ മതി, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ദിസ് വൺ ഈസ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഈസ് അതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത് 17 lakh. അതിൽ വേറെ അതും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പിന്നെ അതും നമ്മൾ 115 BAC ആണല്ലേ. 115 BACയിൽ മറ്റൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അതും എന്താ പറയുക, എല്ലാം നമ്മൾ കണക്ഷൻ വരണം കേട്ടോ. 115 BACയിൽ വി ഹാവ് അതർ പ്രോബ്ലം ബഡീസ്. അതായത് സെറ്റ് ഓഫ് എന്നുള്ള ചാപ്റ്റർ എടുക്കും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിലൊരു പ്രശ്നമുണ്ട്. 115 BAC ആണെങ്കിൽ വേറെ പ്രശ്നം വെച്ചാൽ നമ്മൾ പിന്നെ ഈ പറഞ്ഞ എന്താ പറയുക ഹൗസ് പ്രോപ്പർട്ടിൻ്റെ കേസിൽ നമുക്ക് 115 BAC ആണെങ്കിൽ കനോട്ട് ബി സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് എനി അതർ. ഡയറക്റ്റ്ലി നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അതേ HP ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, 17,50,000 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ 3 lakh നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല. നമുക്ക് ചെയ്യാം, ഒന്നും കിട്ടൂല, കാരണം 15 BACയിൽ കിട്ടൂല. സോ ദിസ് ഇസ് നമ്മുടെ ഡൽഹി മാറ്റമില്ല നമുക്ക്. ഇനി അതുപോലത്തെ എന്താ പറയുക, ഈ ലോൺ വേണമെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമുക്ക് ലോൺ ഇൻട്രസ്റ്റ് നമ്മൾ നേരത്തെ കുറയ്ക്കാം, പക്ഷേ അത് ഒരിക്കലും ബെനിഫിഷ്യൽ ആവില്ല. അപ്പം അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ 80EA നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. മാത്രം നമ്മൾ മതി, അത് ഒരു കാര്യം. ഓക്കെ, ഇനി നമ്മൾ സെൽഫ് ഒക്യുപ്പൈഡ്. അപ്പോൾ അത്
മനസ്സിലായില്ല എന്തുകൊണ്ടാണ് 2,70,000 എടുക്കാൻ കാരണം മനസ്സിലായില്ല. അല്ലെങ്കിൽ നമുക്ക് നഷ്ടമാണ്, കാരണം നമുക്കറിയാം HP മാക്സിമം നമുക്ക് 2 lakh മാത്രമേ അതർ ഹെഡുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമുക്ക് ലോസ് ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 80 ബെനഫിഷ്യലായിട്ട് നമ്മൾ എങ്ങോട്ട് എടുത്തത് 80 നമ്മൾ ആദ്യം എടുത്തിട്ട് ബാക്കി ഇൻട്രസ്റ്റ് ഇങ്ങോട്ട് എടുക്കാം. ഐ ഹോപ്പ് ഓൾ ഓഫ് യു ക്ലിയർ വിത്ത് ദിസ്. ഇനി സെൽഫ് ഒക്യുപ്ഡ് പ്രോപ്പർട്ടിൻ്റെ കേസിൽ വേറൊരു ട്വിസ്റ്റ് ഉണ്ട്. അതായത് 115 BAC പ്രകാരം നമുക്ക് എല്ലാവർക്കും അറിയാം എന്ത് ചെയ്യാം, അത് സെൽഫ് ഒക്യുപ്ഡ് പ്രോപ്പർട്ടിൻ്റെ ഇൻട്രസ്റ്റ് ക്ലെയിം ചെയ്യാൻ പറ്റും. അതിൽ മറ്റൊരു കാര്യം നമുക്ക് ഇവിടെ പ്രീ കൺസ്ട്രക്ഷൻ ഇൻട്രസ്റ്റ് എന്നുള്ള കോൺസെപ്റ്റ് കയറി വരും. കാരണം നമ്മൾ കാൺപൂരിലുള്ള ലോൺ എന്നെടുത്ത് നോക്കും, ഇതൊക്കെ നിങ്ങൾ ചെയ്യുമെന്ന് വിചാരിക്കും. ഞാൻ ജസ്റ്റ് ഒരു ഇൻപുട്ട് മാത്രമേ പറയുന്നുള്ളൂ, കാരണം ആൻസർ ഉള്ളത് കൊണ്ട് ഞാൻ ഇൻപുട്ട് മാത്രമേ, MCQ അങ്ങനെയല്ല, നമുക്ക് അവിടെ വർക്കൗട്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്തത്. ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു ഇൻപുട്ട് മാത്രമേ തരുള്ളൂ കേട്ടോ. ഓക്കെ, അതായത് കൺസ്ട്രക്ഷൻ എന്താണ് ജൂണിൽ തുടങ്ങി ആൻഡ് കംപ്ലീറ്റഡ് December 2022 ആണ്. നമുക്കറിയാം എന്താ പ്രീ കൺസ്ട്രക്ഷൻ ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ലോൺ എടുത്ത മുതൽ, അപ്പോൾ പിന്നെ എന്താ പറയുക, നമ്മൾ മെയ് മുതൽ അല്ലേ, പിന്നെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയതിൻ്റെ തൊട്ട് മുമ്പത്തെ മാർച്ച് വരെ ഉള്ള ഇൻട്രസ്റ്റാണ് നമുക്ക് എടുക്കാൻ പറ്റുക. അപ്പോൾ ഇവിടെ എത്ര മാസമാണ്? 9 മാസം അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം ബേസിക്കലി എത്രയാണ് എന്നെടുത്തത്. ഓക്കെ, അപ്പോൾ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് അല്ല സോറി ജൂണിലാണ് കൺസ്ട്രക്ഷൻ തുടങ്ങിയല്ലേ, ജൂൺ. ഓക്കെ, അപ്പോൾ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാൻ, ഫെബ്, മാർച്ച്. അവർ എത്ര മാസം എടുത്തത്? 9 മാസമാണ്. അതെങ്ങനെ? കറക്റ്റ്. ആൻഡ് വാസ് കംപ്ലീറ്റ് ഓൺ ഡിസംബർ സോറി ലോൺ എടുത്ത് 17 ആണല്ലേ, സോറി കറക്റ്റ്. ഓക്കെ, അപ്പോൾ പിന്നെ ലോൺ എടുത്തത് 17 ആണ്. ഓക്കെ, അപ്പോൾ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാൻ, ഫെബ്, മാർച്ച്. ഓക്കെ, 9 മാസം കറക്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ പ്രീ കൺസ്ട്രക്ഷൻ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയത് December 2022 ആണ് അല്ലേ. അപ്പോൾ എന്നായിരിക്കും ഏതുവരെ പ്രീ കൺസ്ട്രക്ഷൻ തുടങ്ങുക? 1/7/2021 മുതൽ December 2022 വരെ അല്ല പ്രീ കൺസ്ട്രക്ഷൻ. December 2022 തൊട്ട് മുമ്പത്തെ മാർച്ച് എന്ന് പറയുമ്പോൾ 31/3/2022 ഇതുവരെയുള്ളതാണ് പ്രീ കൺസ്ട്രക്ഷൻ ഇൻട്രസ്റ്റ്. അപ്പോൾ 9 മാസം. അപ്പോൾ എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ 25 ലക്ഷം ഇൻറ്റു 10% ഇൻറ്റു 9/12 ചെയ്യണം. അപ്പോൾ നമുക്ക് പ്രീ കൺസ്ട്രക്ഷൻ ഇൻട്രസ്റ്റ് കിട്ടുക. അതിൻ്റെ 5%, അതിൻ്റെ ഡിവൈഡ് ബൈ 5 അതും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ ഇതുവരെ റീപേയ്മെൻറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് കറണ്ട് ഇയർ ഇൻട്രസ്റ്റ് വരിക 25 lakh ഇൻറ്റു 10% ആണ്, പ്ലസ് അതിൻ്റെ ഡിവൈഡ് ബൈ 5 കൂടെ നമ്മൾ ചെയ്യണം. പക്ഷേ മാക്സിമം എങ്ങനെ പോയി കഴിഞ്ഞാൽ 2 lakh മാത്രമേ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ആ 2 lakh നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ പിന്നെ ഇതുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാം അല്ലേ. അപ്പോൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി 3,51,000 ആണ്. പക്ഷേ നമുക്ക് 3,51,000 ലോസ് ഉണ്ടെങ്കിൽ കൂടെ നമുക്ക് സാലറിയുമായിട്ട് 2 lakh മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം മറ്റൊരു ഹെഡുമായിട്ട് നമുക്ക് 2 lakh മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാം, ബാക്കി നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും അല്ലേ. ഓക്കെ, അപ്പോൾ 2 lakh കുറച്ച് 17,50,000 2 lakh കുറച്ചു, അതാണ് ചെയ്ത് 17,50,000 2 lakh നമുക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ 80 ക്ലെയിം ചെയ്യാൻ പറ്റും അല്ലേ. 80 ക്ലെയിം ചെയ്യാൻ പറ്റും 1,50,000. സോ ടോട്ടൽ ഇൻകം ഈസ് 14 lakhs. സിമ്പിൾ, റെഡി. അപ്പോൾ അത് നിർബന്ധമായിട്ട് ഒന്നുകൂടെ വർക്കൗട്ട് ചെയ്യണം. ഇനി അടുത്തത് എന്ന് വെച്ചാൽ 11th ക്വസ്റ്റ്യൻ അല്ലേ. മിസ്റ്റർ രാജ്കുമാർ ഹാസ് എ ബോട്ട് എ റെസിഡൻഷ്യൽ ഹൗസ് ഫോർ 5 crore ഇൻ March 2016. റെസിഡൻഷ്യൽ ഹൗസ് ആണോ. ഹി entered into agreement on for sale of his the said residential house with Ms. Nigida in July 2023 for 17 crore. So sale proceeds 10% on the date of agreement. അക്കൗണ്ട് പേ ചെക്കാണ്. ഇതിൻ്റെയൊക്കെ തിയറി നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെന്ന് വിചാരിക്കുന്നു. അതായത് സ്റ്റാമ്പ് ഡ്യൂട്ടി അല്ലേ, ഞാൻ പറഞ്ഞുതരാം. പിന്നെ 80% ഓക്കെ ബാലൻസ് അതൊക്കെ വെറുതെ തന്നാണ്. അതിൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മിസ് നികിത ഹാൻഡ് ആൻഡ് ഓഫ് ദ പൊസഷൻ ഓൺ 10/11/2023 ആൻഡ് ദ രജിസ്ട്രേഷൻ പ്രോസസ് ഇസ് കംപ്ലീറ്റ് ഓൺ 5/2/2024. അപ്പോൾ പിന്നെ ഇനി വാല്യൂ ഓഫ് ദ സ്റ്റാമ്പ് ഡ്യൂട്ടി തന്നിട്ടുണ്ട് ജൂലൈ എന്ന് വെച്ചാൽ എഗ്രിമെൻറ്റ് സമയത്ത് 19 കോടിയായിരുന്നു. പക്ഷേ നമ്മുടെ സബ്സീക്വൻ്റ്ലി ഇത് 20 കോടിയായി മാറി. നമ്മുടെ ലീഗൽ പ്രോസസ് കഴിയുന്ന സമയത്ത് 20 കോടിയാണ്. അപ്പോൾ നമുക്കറിയാം. പിന്നെ 1% ബ്രോക്കറേജ് കൊടുത്തു. ഇനി സബ്സീക്വൻറ്റ് ടു സെയിൽ ഈ പർച്ചേസ് അനദർ റെസിഡൻഷ്യൽ ഹൗസ് ഫോർ 13 crore ആണ്.
അപ്പോൾ you are required to compute the capital gain chargeable tax in the hands of Mr. Rajkumar for 2024-25. What would be the capital gain, if any, for 25-26 if Mr. Rajkumar transferred new residential house in December 2024? അപ്പോൾ ഇതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ആദ്യം തിയറി കാണിച്ചു തരാം, എന്നാൽ മാത്രമേ ഞാൻ പറയുന്നതിനൊരു അർത്ഥം ഉണ്ടാവുള്ളൂ അല്ലേ. അതായത് ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ യു ഹാവ് ടു കം ടു ക്യാപിറ്റൽ ഗെയിൻ ബഡീസ്. അപ്പോൾ ഈ ക്യാപിറ്റൽ ഗെയിനിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ പിന്നെ വാട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഈസ് ഒന്ന് നമ്മളൊരു ഇത് പഠിച്ചിട്ടുണ്ടായിരുന്നു 50C എന്നുള്ളൊരു സെക്ഷൻ പഠിച്ചിട്ടുണ്ടല്ലേ, എല്ലാവരും പഠിച്ചത് ഓർക്കുന്നുണ്ട് വിചാരിക്കുന്നു. അപ്പോൾ ഈ 50Cയിൽ പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എവിടെയായിരുന്നു അത്? 50C അല്ലേ. നമുക്കെല്ലാവർക്കും അറിയാം ഈ ഇതിൻ്റെ 110% മുകളിലാണ് സ്റ്റാമ്പ് ഡ്യൂട്ടി എങ്കിൽ നമ്മൾ ആ സ്റ്റാമ്പ് ഡ്യൂട്ടി എടുക്കുക. ഇനി രണ്ട് സ്റ്റാമ്പ് ഡ്യൂട്ടി ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ എഗ്രിമെൻറ്റ് സമയത്ത് ബാങ്കിങ് ചാനൽ അക്കൗണ്ട് പേ ചെക്ക് അക്കൗണ്ട് പേ ഡ്രാഫ്റ്റ് ഒക്കെ വഴി നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എഗ്രിമെൻറ്റ് സമയത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്റ്റാമ്പ് വാല്യൂ ആണ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ ആക്ച്വൽ ഡേറ്റിലെ സ്റ്റാമ്പ് വാല്യൂ എടുക്കുക. നമ്മുടെ എക്സാമ്പിൾ എഗ്രിമെൻറ്റ് സമയത്തിൽ അക്കൗണ്ട് പേ ചെക്ക് വഴി കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ എഗ്രിമെൻറ്റ് സമയത്ത് സ്റ്റാമ്പ് വാല്യൂമായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്. ഇനി മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് സെക്ഷൻ 54 ആണ് അല്ലേ. നമ്മളൊരു പ്രോപ്പർട്ടി നമുക്ക് എന്താ പറയുക നമുക്ക് കിട്ടും, പക്ഷേ മാക്സിമം ഉള്ളൂ, അത് ഗവൺമെൻറ് ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പാടാം, ഓക്കെ. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്താൽ എന്താ പറയുക, നേരത്തെ കിട്ടിയ എക്സംഷൻ ആ പുതിയ നമ്മൾ എത്തിയത്. ഇത് നമ്മൾ 7 കോടിയാണ് ഡെഫിനറ്റ്ലി 9 കോടിയാണ് ഇതുണ്ട് 19 കോടിയുമായിട്ട് കമ്പയർ ചെയ്യുക. അപ്പോൾ നമുക്ക് 19 കോടിയാണ് വലുത്, 110% മുകളിൽ 19 കോടി വരുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം ഇയാൾ ഈ എമൗണ്ട് എന്ത് വേറെ പ്രോപ്പർട്ടിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ, ഓക്കെ. അപ്പോൾ പക്ഷേ നമുക്കറിയാം എത്ര എക്സംഷൻ കിട്ടും നോർമൽ, ഒന്നെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് വിച്ച് ഈസ് ലോവർ, പക്ഷേ മാക്സിമം നമുക്ക് അല്ലേ. അപ്പോൾ നമുക്ക് അപ്പോൾ ഇത്രയാണ് 1.98 crore ആണ് ടാക്സബിൾ ആവുക. ഇനി അടുത്ത വർഷം എന്താ സംഭവിക്കാം, ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇയാൾ പുതിയ ആ 13 കോടിക്ക് വാങ്ങിയ പ്രോപ്പർട്ടി അടുത്ത 2025-26 വിറ്റിട്ടുണ്ട്. എത്രയൊക്കെ വിറ്റത്? 15 കോടിക്ക്. അപ്പോൾ സെയിൽ കൺസിഡറേഷൻ 15 കോടിയാണ്, പക്ഷേ അതിന്ന് നമുക്ക് ഇതിൻ്റെ ശരിക്കും കോസ്റ്റ് 13 കോടിയാണ്. പക്ഷേ 13 കോടി നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല, കാരണം വിത്തിൻ 3 years കൊണ്ട് സെയിൽ ചെയ്ത കാരണം ആ 13 കോടി എന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ കിട്ടിയ എക്സംഷൻ 10 കോടിയാണ്, അത് നമ്മൾ എന്ത് ചെയ്യണം, റെഡ്യൂസ് ചെയ്യണം. അപ്പോൾ ബാക്കി 3 കോടിയാണ് കോസ്റ്റായിട്ട് വരിക. അപ്പോൾ ബേസിക്കലി എന്താ പറയുക, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സബിൾ ഇസ് ഈക്വൽ ടു 2 കോടി, 2 കേട്ടോ, ഇത് 2 അവർക്ക് മിസ്റ്റേക്ക് ഒന്നാണ്. ദറ്റ് ഈസ് ആക്ച്വലി 12 കോടി അല്ലേ, 12 കോടിയാണ് ടാക്സബിൾ. ഈസി. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ എത്ര ഉണ്ട് തീർന്നില്ലേ? ഓക്കെ, ആകെ 2 ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ അല്ലേ. നോക്കാം. Mr. Rajesh is working partner in Mrs. Sunflower Associate, a partnership firm. Mr. Rajesh has contributed 15 lakh as capital in the firm. Okay. Partnership deed authorized payment interest 13% ആണ്. അപ്പോൾ നമുക്കറിയാം എത്ര ഡിസ്ക്ലോസ് ചെയ്യണം. റെമ്യൂണറേഷൻ 20,000 per month ആണ്. ഹോൾ ദ റെമ്യൂണറേഷൻ ഈസ് അലൗബിൾ ആസ് ഡിഡക്ഷൻ ടു മെസസ് സൺഫ്ലവർ അസോസിയേറ്റ്സ് അല്ലേ. ഇനി മിസ്റ്റർ രാജേഷ് സെറ്റപ്പ് യൂണിറ്റ് സെസ്സിലുണ്ട്. 2017 അത് സെറ്റപ്പ് ചെയ്തത്. അപ്പോൾ 17, 18, 19, 19, 20, 21, 22, 22, 23, 24. അപ്പോൾ നമ്മൾ 7ാമത്തെ വർഷമാണ്. അപ്പോൾ ദ ടോട്ടൽ ടേൺ ഓവർ എത്രയാണ്? ബേസിക്കലി 120 ആണ് ആൻഡ് 45 lakh and 70 റെസ്പെക്റ്റീവ്ലി. ഓക്കെ. ടോട്ടൽ ടേൺ ഓവറും എക്സ്പോർട്ട് ടേൺ ഓവറും നെറ്റ് പ്രോഫിറ്റും ഒരേ ലൈനിൽ തന്നിട്ടുണ്ട്, അത് മനസ്സിലാക്കണം. ഔട്ട് ഓഫ് ദി എക്സ്പോർട്ട് ടേൺ ഓവർ ഓഫ് 45 lakh, only 40 lakh has been received in convertible foreign exchange. And during the previous year, Mr. Rajesh commenced the business of warehousing 35 AD. Edible oil. The net profit of this business is 7,50,000. Following items are debited to P&L account. ഈ പറഞ്ഞ ഐറ്റംസ് ഒക്കെ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം. And he has paid premium 60,000 life insurance policy in the name of her married daughter. The policy was taken on 1/10/2018 and the sum assured is 5 lakhs. Okay, അപ്പോൾ നമുക്കറിയാം എത്ര വരെ മാക്സിമം കിട്ടുക 10% ആണ്. Compute the total income and tax payable
അണ്ടർ ഡീഫോൾട്ട് ആൻഡ് നോർമൽ രണ്ടിലും ചെയ്യണം. അപ്പോൾ ഇതിൽ 1-2 കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇവിടെയും 115 BAC തന്നെയാണ് നമ്മൾ ഒന്നുകൂടെ റെഫർ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല 115 BAC വെച്ചുള്ള കളികളായിരിക്കും ഫുൾ കേട്ടോ. അപ്പോൾ 115 BACയിൽ നമ്മൾ ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ പറഞ്ഞ ഡിഡക്ഷൻ ATC ഒന്നും കിട്ടൂല. മറ്റൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ശ്രദ്ധിക്കേണ്ടത്, ദിസ് ഇസ് എൻ റിലാക്സേഷൻ. AMT ഈസ് നോട്ട് അപ്ലിക്കബിൾ. നമ്മൾ 115 BAC ഫോളോ ചെയ്യാനുള്ള AMT നോക്കണ്ട. എന്താണ് AMT നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ AMT എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഏത് ഡിഡക്ഷൻസ് ഉണ്ടെങ്കിൽ AMT അവിടെ നിങ്ങൾക്ക് ഈ പറഞ്ഞ ചാപ്റ്റേഴ്സ് ഇസ് എ പാർട്ട് സി, അത് നിങ്ങൾ ഇൻ്റർലില്ല, അതുകൊണ്ട് നമ്മൾ നോക്കണ്ട. 10A അതാണ് സെസ്, അല്ലെങ്കിൽ 35D അതാണ് ഇപ്പോൾ നമ്മൾ വെയർ ഹൗസിങ് അല്ലേ. ഈ പറഞ്ഞ ഡിഡക്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ എന്താ പറയുക അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം കണ്ടെത്തണം. ഈ അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം എങ്ങനെ കണ്ടെത്തുന്നത് വെച്ചാൽ വളരെ സിമ്പിളാണ്. ഇത് രണ്ടും ആഡ് ബാക്ക് ചെയ്യുക. പക്ഷേ 35D ഫുള്ളായിട്ട് ആഡ് ബാക്ക് ചെയ്യാൻ പാടില്ല, അതിന് ഡിപ്രീസിയേഷൻ കുറയ്ക്കണം. നിങ്ങൾക്ക് അറിയും വിചാരിക്കും, നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും അല്ലേ. എന്നിട്ട് അതിൻ്റെ 18.5%, 18.5% ആണ് AMT വരിക. അത് നോർമൽ ടാക്സിൻ്റെ മുകളിലാണെങ്കിൽ ആ AMT ആണ് നമ്മൾ കൊടുക്കേണ്ടി വരിക. ഇതൊക്കെ നിങ്ങൾക്ക് അറിയും എന്ന് വിചാരിക്കുന്നു. ഈ നമ്മളുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ആദ്യം ഡീഫോൾട്ട് റെജിം നമുക്ക് കണ്ടെത്താം അല്ലേ. ഡീഫോൾട്ട് റെജിം ആണെങ്കിൽ AMT ഒന്നും നോക്കണ്ട, ജസ്റ്റ് നോർമൽ രീതിയിൽ അല്ലേ. അപ്പോൾ ഇവിടെ നോക്ക് നിങ്ങൾ, AMT ഇതിൽ നമുക്ക് 10A കിട്ടൂല, സെസ് കിട്ടൂല. ഓക്കെ, പിന്നെ അതുപോലെ നമ്മളെ 35AD കിട്ടൂല, അതൊന്നും അവർ കിട്ടൂല. നമ്മളെ ഡീഫോൾട്ട് ആണെങ്കിൽ കേട്ടോ, ഡീഫോൾട്ട് ആണെങ്കിൽ അതൊന്നും കിട്ടൂലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഡീഫോൾട്ടിൻ്റെ കേസിൽ നമ്മൾ PGBP അല്ലേ, ഇൻകം ഫ്രം സൺഫ്ലവർ അസോസിയേറ്റ്സ്. അപ്പോൾ ഇൻട്രസ്റ്റ് 13%. പക്ഷെ നമുക്കറിയാം, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ആ പാർട്ട്ണർഷിപ്പ് ഫേമിന് എത്രയാണോ അലോ ചെയ്തത് അത്രയായിരിക്കും നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇൻകമായിട്ട് കണക്കാക്കുക. അപ്പോൾ 12% മാത്രമേ നമുക്ക് ഇൻകമായിട്ട് കാണിക്കേണ്ട ആവശ്യമുള്ളൂ, 1,80,000. പിന്നെ സാലറി അല്ലേ, അതും എന്താണ് 20,000 12, അപ്പോൾ 2,40,000. അപ്പോൾ ഇത്രയും അയാളുടെ, കാരണം നമുക്കറിയാം പാർട്ട്ണർഷിപ്പ് ഫേമിൽ നിന്ന് എന്ത് കിട്ടിയാലും അത് PGBP-ലാണ് ടാക്സിബിൾ ആവുക. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടൽ 4,20,000 ആണ് വരിക. ഇനി സെസ് അല്ലേ, പ്രോഫിറ്റ് ഫ്രം സെസ് തന്നിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് എത്രയാണോ 7,50,000 ആണ് തന്നിട്ടുള്ളത് അല്ലേ, അവിടെ തന്നിട്ടുണ്ട് 7,50,000 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, എവിടെയായിരുന്നു 7,50,000 തന്നിട്ടുണ്ട്, കറക്റ്റ് 7,50,000. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യാം, അതുപോലെ തന്നെ എഴുതാം. ഇനി വെയർ ഹൗസിങ്ങിൻ്റെ ഇൻകം തന്നിട്ടുണ്ട്, അതും എത്രയാണ് 7,50,000 ആണ്. പക്ഷേ അതിൽ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനുണ്ട്. എന്തൊക്കെയാണ്, 7,50,000 ആണ്. പേഴ്സണൽ ഡ്രോയിങ് ഉണ്ട്, അതൊക്കെ ഡെബിറ്റ് ചെയ്യണം, ആഡ് ബാക്ക് ചെയ്യണം. അഡ്വാൻസ് ഇൻകം ടാക്സ് അതും ആഡ് ബാക്ക് ചെയ്യണം, കാരണം അതൊന്നും നമ്മുടെ എക്സ്പെൻസ് അല്ല. പിന്നെ ബിൽഡിംഗ് ഉണ്ട് 10 ലക്ഷം, അത് നമ്മൾ ആഡ് ബാക്ക് ചെയ്യണം. പക്ഷേ അതിന് ഡിപ്രീസിയേഷൻ കുറയ്ക്കാൻ പറ്റും അല്ലേ, 10% ഡിപ്രീസിയേഷൻ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ താഴെ ചെയ്യണം. അപ്പോൾ ഞാൻ ഇതൊക്കെ ആഡ് ബാക്ക് ചെയ്തിട്ടുണ്ട്, അതായത് അഡ്വാൻസ് ഇൻകം ടാക്സും ഡ്രോയിങ്സും ബിൽഡിങ്ങും അതൊക്കെ നമ്മൾ ആഡ് ബാക്ക് ചെയ്തു. പിന്നെ അവരെന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് P&L അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്, അതായത് ഇൻട്രസ്റ്റ് ഓൺ സേവിങ്സും. ദിസ് ഈസ് ഇമ്പോർട്ടൻ്റ്. പോസ്റ്റ് ഓഫീസാണ്. പോസ്റ്റ് ഓഫീസിൻ്റെ കേസിലാണെങ്കിൽ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ പോസ്റ്റ് ഓഫീസ് സേവിങ്സിനാണെങ്കിൽ 80TTക്ക് പുറമെ നമുക്ക് വേറൊരു ഡിഡക്ഷനും കൂടെ കിട്ടും കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ, ഐ ഹോപ്പ് യു ഹാവ് സ്റ്റഡീഡ് ദാറ്റ്. നമ്മൾ ഇതിൽ പറയുന്നുണ്ട്, നമ്മളുടെ നമ്മളെ പോസ്റ്റ് ഓഫീസിൻ്റെ കേസിലാണെങ്കിൽ 10-15 പ്രകാരം നമുക്ക് എന്ത് കിട്ടും, 3,500 വരെ കിട്ടും കേട്ടോ. ഇത് 115 BAC കിട്ടുമോ? കിട്ടും, 115 BAC കിട്ടും. കാരണം നോക്കുക, നിങ്ങൾ ആ കിട്ടാത്ത ലിസ്റ്റിൽ ഈ 10-15 ഇല്ല. അപ്പോൾ 115 BACക്ക് അത് കിട്ടും കേട്ടോ, അതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ഏതായാലും ഞാൻ പറഞ്ഞത്, ഇവർ ഇൻട്രസ്റ്റ് ഓൺ സേവിങ്സ് അക്കൗണ്ട് വിത്ത് പോസ്റ്റ് ഓഫീസ്, അത് PGBP-യിൽ വരേണ്ടതല്ല, PGP-ന്ന് കുറയ്ക്കുക. അതുപോലെ ഇതും PGP-ന്ന് കുറയ്ക്കുക, ഇതും PGP-ന്ന് കുറയ്ക്കുക, നേരെ IFOസിൽ പോയിട്ട് ആഡ് ചെയ്യാം. അതാണ് ചെയ്തത് അല്ലേ. ഇതൊക്കെ നിങ്ങൾ ചെയ്ത കാര്യങ്ങളല്ല, ഞാൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, പക്ഷേ ഈ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് എന്ത് ചെയ്യണം, നമ്മൾ 15,000-ന് 3,500 നമ്മൾ എന്ത് ചെയ്യണം, കുറയ്ക്കണം. അത് 10-15 ആണ്, അത് 115 BACയും കിട്ടും. ബാക്കി നമ്മൾ ആഡ് ബാക്ക് ചെയ്താൽ മതി, എന്താണ് IFOസിൽ ആഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഗ്രോസ് ടോട്ടലിംഗ് കിട്ടും, അന്ന് ഒരു ഡിഡക്ഷനും കിട്ടില്ല. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ 115 BAC ചെയ്യാം. ഇനി അതിൻ്റെ ടാക്സ് ചെയ്യുന്ന സമയത്ത് ആ സ്ലാബ് റേറ്റ് ചെയ്യാം, ഒരു മാറ്റമൊന്നും നോക്കണ്ട. ഓക്കെ, ജസ്റ്റ് നോർമലി ചെയ്യുന്ന പോലെ ചെയ്യാം. ഓക്കെ, ഇനി നമ്മളുടെ എന്താ പറയുക, ഇങ്ങോട്ട് വരുന്ന സമയത്ത് നോർമൽ കേസിലാണെങ്കിൽ, കമ്പ്യൂട്ടേഷൻ ഓഫ് അണ്ടർ നോർമൽ പ്രൊവിഷൻ ആണെങ്കിൽ, അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വീണ്ടും ചെയ്യണം കേട്ടോ. നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ നമുക്ക് കിട്ടിയൊരു ഇൻകം ഉണ്ടല്ലോ, ഈ ഗ്രോസ് ടോട്ടൽ ഇൻകം 29,86,500 ആ എമൗണ്ട് എടുക്കുക. അതൊന്നും നമുക്ക് 115 BACയിൽ കുറയ്ക്കാൻ പറ്റാതെ ബാക്കി കുറച്ചാൽ മതി. വീണ്ടും നമ്മൾ ഫുള്ളായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്ന് 10A നമുക്കറിയാം. പിന്നെ എന്താ പറയുക, ബേസിക്കലി എങ്ങനെ ചെയ്യാം, 10A-ൻ്റെ എക്സംഷൻ എങ്ങനെ കിട്ടുമെന്ന് വെച്ചാൽ, നമ്മുടെ
ടോട്ടൽ പ്രോഫിറ്റ് 7,50,000 അല്ലേ? അതൊക്കെ നിങ്ങൾക്ക് അറിയും കേട്ടോ, അത് അറിയും എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, അല്ലാതെ ഒരു കംപ്ലീറ്റ് ഡിസ്കഷൻ അല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ 7,50,000 അല്ലേ നമ്മളുടെ പ്രോഫിറ്റ്, അതേ ഇൻറ്റു എക്സ്പോർട്ട് ടേൺ ഓവർ. പക്ഷേ എക്സ്പോർട്ട് ടേൺ ഓവർ എന്നല്ല, എക്സ്പോർട്ട് ടേൺ ഓവർ റിസീവ്ഡ് ഇൻ ഫോറിൻ കറൻസി. ഫോറിൻ കറൻസിയിൽ നമുക്ക് 40 ലക്ഷം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ എങ്ങനെ ചെയ്യും നമ്മൾ? 7,50,000 ഇൻറ്റു 40 lakh ഡിവൈഡ് ബൈ ടോട്ടൽ ടേൺ ഓവർ. എത്ര ടോട്ടൽ ടേൺ ഓവർ? എത്ര? 120 അല്ലേ? 120 അല്ലേ? ആ പ്രൊപ്പോർഷനിലാണ് നമുക്ക് എന്ത് കിട്ടുക? നമുക്കതിൻ്റെ ഇത് കിട്ടുക. പക്ഷേ 7ാമത്തെ വർഷമാണ്, അപ്പോൾ നമുക്ക് 50% റിഡക്ഷൻ കിട്ടും അല്ലേ? അപ്പോൾ 1,25,000 കിട്ടും. അപ്പോൾ അത് കുറയ്ക്കാം. പിന്നെ നമ്മൾ എന്താ പറയുക, ATC അല്ലേ? ATC നമുക്ക് കുറയ്ക്കാം, 10% അതൊക്കെ കുറയ്ക്കാം. ATTT കുറയ്ക്കാം. പിന്നെ ഇതിൽ നമ്മൾ 1 സെക്കൻഡ്, ഒരു 35 എടുത്തില്ല അല്ലേ? അതെന്താ അവിടെ ബിസിനസ് എഡിബിൾ ഓയിൽ, സോറി എഡിബിൾ ഓയിലാണല്ലേ? ഐ എം സോറി ബഡി, അത് 35 അല്ല. കാരണം വെച്ചാൽ ഞാൻ എന്താണ്, എഡിബിൾ ഓയിൽ നമ്മൾ അഗ്രികൾച്ചർ പ്രൊഡ്യൂസിനാണ് നമുക്ക് എന്ത് കിട്ടാം? 35 കിട്ടുക, അല്ലെങ്കിൽ ഷുഗറിനായിരിക്കണം. എഡിബിൾ ഓയിൽ എന്ന് വെച്ചാൽ പ്രോസസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. മൈ മിസ്റ്റേക്ക്, സോറി. അങ്ങനെ നിങ്ങൾ മിസ്റ്റേക്ക് വരുത്താൻ പാടില്ല. അപ്പോൾ അവിടെ 35 കിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു 10A മാത്രമേ ഉള്ളൂ. അപ്പോൾ 35 കിട്ടില്ല. അപ്പോൾ നമ്മൾ സാധാ ഈ ഒരു 115 BSCക്കാർ കിട്ടാത്തത് ഒന്ന് 10A കിട്ടും, അതുപോലെ ATC കിട്ടും, ATTT കിട്ടും. ഇത്രയും കാര്യങ്ങളാണ് അല്ലേ? അപ്പോൾ അത് കുറയ്ക്കുക. ഇനി ടാക്സ് കണ്ടെന്ന സമയത്ത് നമ്മൾ ആദ്യം റെഗുലർ ടാക്സ് പോലെ അങ്ങനെ ചെയ്യണം. പിന്നെ AMT ചെയ്യണം. AMT എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യാം, ഇപ്പോൾ നമ്മൾ കിട്ടിയ ഇതിൻ്റെ കൂടെ നമ്മൾ 10A തിരിച്ച് ആഡ് ബാക്ക് ചെയ്യുക, എന്നിട്ട് 18.5 ചെയ്യുക. അപ്പോൾ ഏറ്റവും കൂടുതൽ ടാക്സ് വരെ ഇതിലാണ്. മറ്റേതിൽ നോർമൽ 5,79,000 വരുന്നുണ്ട്, പക്ഷേ AMTയിൽ 4,63,000 ഉള്ളൂ. അപ്പോൾ നോർമൽ ടാക്സാണ് കൂടുതൽ. അപ്പോൾ നോർമൽ 5,79,000 നമ്മൾ അടയ്ക്കേണ്ടത്. സിമ്പിൾ. ഇനി നമുക്ക് അതിൽ വരുന്ന ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, ഓക്കെ, ഇതൊരു തിയറി ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഈ ആധാർ കാർഡ് പിന്നെന്താണ് ഇതില്ലെങ്കിൽ അത് നിങ്ങൾ ജസ്റ്റ് വായിച്ചിട്ടാൽ മതി. ഓക്കെ, അപ്പോൾ ഏതായാലും ഐ ഹോപ്പ് യു ഹാഡ് എ വണ്ടർഫുൾ ഡിസ്കഷൻ. അപ്പോൾ പിന്നെ നിങ്ങളുടെ എന്താണ് ഉഷാറായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എൻ്റെ റിവ്യൂ ഒക്കെ നിങ്ങൾ എന്നെ അറിയിക്കുക, താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. മാത്രമല്ല ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിന് നിർബന്ധമായിട്ട് അയച്ചു കൊടുക്കുക. അപ്പോൾ ബാക്കി ഒരു ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, GSTൻ്റെ സമയമാണ് പ്രശ്നം. സമയം കിട്ടുന്നതനുസരിച്ച് എന്ത് ചെയ്യാം, GSTൻ്റെ ഇതേപോലെ RTP ഡിസ്കഷൻ നമുക്ക് എന്ത് ചെയ്യാം, GSTൻ്റെ വീഡിയോ ഇടാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ എക്സാംസ്. അപ്പോൾ നമ്മുടെ ടാക്സിൻ്റെ പിന്നെ എന്താ പറയുക റിസൾട്ടൊക്കെ വന്നതിന് ശേഷം അതിൻ്റെ സന്തോഷങ്ങളൊക്കെ അറിയുക. യെസ്,